ഓക്കെ, ഇപ്പം ഐ പി അഡ്രസ്സിംഗ് മനസ്സിലായോ നിങ്ങൾക്ക്? ഐ പി അഡ്രസ്സിംഗ് ഓക്കെ, ഐ പി അഡ്രസ് ആയിരുന്നു നമ്മൾ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതിന്റെ യൂട്യൂബിൽ ലിങ്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ സിസ്റ്റം. ഐ പി അഡ്രസ്സിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഈ നമ്പർ സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്പർ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹെക്സാഡെസിമൽ കൺവേർഷൻ നിങ്ങൾ CCNP ലെവലിലൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കണം. ഫിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതിന് നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമുക്ക് ഒന്നും കൂടെ കവർ ചെയ്യണം. ഓക്കെ, ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഹലോ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സ്ക്രീൻ ഷെയർ. ഒറ്റ സെക്കൻഡ്. സ്ക്രീൻ കാണുന്നില്ലേ? കാണാം. ഓക്കെ, ഇപ്പൊ നമ്മള് ബൈനറി ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പം എന്താണ് ഈ ബൈനറി ഡെസിമൽ സിസ്റ്റം, ബൈനറി സിസ്റ്റം, ഹെക്സാഡെസിമൽ സിസ്റ്റം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറിയിൽ ആകെ നമുക്ക് 0, 1, അതായത് ഓഫ്, ഓൺ എന്ന് പറയുന്ന 2 ബിറ്റുകൾ മാത്രം വെച്ചിട്ട് കംപ്ലീറ്റ് നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഡെസിമലിലാണെങ്കിലോ 0, 1, 2, 3, 4 അങ്ങനെ 9 വരെയുള്ള നമ്പർ. അപ്പോൾ 0 to 9 വരെ വെച്ചിട്ടുള്ള നമ്പേഴ്സ് ഇത് ബേസ് 10 ആണ്. 0 to 9 എന്ന് പറയുമ്പോൾ ബേസ് 10 ആണ്. ഇത് ബേസ് 10 ആണ്. ഇത് ബേസ് 2 ആണ്. ഇത് ബേസ് 8 ആണ്. ഇത് ബേസ് 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ 0 to 0, 1, 2, 3 അങ്ങനെ 9 വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ A, B, C, D, E, F വരെ വരും. അത് കഴിഞ്ഞിട്ടേ പിന്നെ 10 എന്ന് പറയുന്ന നമ്പർ വരുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മൾ നോക്കണ്ട. അത് IPv6 പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാനിപ്പോ കവർ ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിപ്പോ അതിന് പകരം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഡെസിമൽ ടു, അപ്പൊ നമ്മളൊരു നോട്ട് പാഡ് എടുത്തു. അപ്പം നമ്മൾക്ക് ഒരു നമ്പർ കിട്ടി 1001 1010. ഓക്കെ, 8 ബിറ്റുകൾ നമുക്കറിയാം. IPv4 എന്ന് പറയുന്നത് 8 ബിറ്റാണ് ഒരു ഡിജിറ്റൽ ഒരു ഒക്ടറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനൊരു നമ്പർ നമുക്ക് കിട്ടി. ഇതൊരു ബൈനറി നമ്പറാണ്. ഇതിന്റെ ഇക്വലന്റ് ഡെസിമൽ വാല്യൂ എത്രയാന്ന് നിങ്ങളോട് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് പറയാൻ പറ്റണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഓരോ ബിറ്റ് പൊസിഷനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ബിറ്റ് പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിൻ്റെത് 1 ആണ്. ഇത് 2 ആണ്. ഇത് 4 ആണ്. ഇത് എത്രയായിരുന്നു? 8. ഇത് 16. ഇത് 32. ഇത് 64. ഇത് 128. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതൊരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക.
ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. CCNA എക്സാം ഒക്കെ നിങ്ങൾക്ക് പാസ്സാവണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നിങ്ങൾ സബ്നെറ്റിംഗ് ഒക്കെ എന്തായാലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് പോയിട്ട് വരും. ഓക്കെ. പിന്നെ ബൈനറി കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില എക്സൽ ലിസ്റ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ബൈനറി മെത്തേഡും കൂടെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിനകത്ത് 1 ഉള്ളതിന്റെ ബിറ്റ് പൊസിഷൻസിലുള്ള വാല്യൂസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആഡ് ചെയ്യണം? 128 ആഡ് ചെയ്യണം അല്ലെ, പ്ലസ് 64 ആഡ് ചെയ്യണോ? വേണ്ട. കാരണം എന്താണ്, അവിടെ 0 ആണ് വരുന്നത്. 32 ആഡ് ചെയ്യണോ? വേണ്ട, അവിടെയും 0 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ 1 വന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 16 നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ എത്രയാണ്? 8 ആഡ് ചെയ്യും. പിന്നെ എത്ര? 4 വേണ്ട, 2 ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് സം ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ 8 8 16. 1 വേണ്ടല്ലോ. ഏതാ? സോറി 1 വേണ്ട, 1 വേണ്ട, സോറി തെറ്റിപ്പോയി. 1 വേണ്ട. ഇത് 1 0 1 0. അപ്പോൾ 4 വേണ്ട. ഓക്കെ, 2 മതി, 1 വേണ്ട. ഓക്കെ. അപ്പം 8 + 2 10, 18 18ഉം 24 അല്ലേ? 4 4 ബാക്കി 2 2 4 1 5 അല്ലേ? 154 അല്ലേ കിട്ടുക? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇത് എന്തിനാന്ന് നമുക്ക് ഐഡിയ വേണ്ടതെന്ന് അറിയാം. നിങ്ങൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സബ്നെറ്റിംഗ് ആണ്. ഓക്കെ. സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് CCNAക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CCNA എന്ന് മാത്രമല്ല കേട്ടോ, CCNP ആണെങ്കിൽ CCI. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഒരു CCI ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, സബ്നെറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. കാരണം അത് ബേസിക്സ് സ്ട്രോങ് ആണോ, CCIക്കാരനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് ലെവൽ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ബേസിക്സ് ഓർമ്മ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സബ്നെറ്റിംഗ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ സബ്നെറ്റിങ്ങിലേക്ക് ഇറക്കുമ്പോൾ ഈ ബൈനറി കൺസെപ്റ്റ് നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ബൈനറി വാല്യൂ എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒരു ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, സോറി, ഒരു ബൈനറി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാലോ. ഇനി ഡെസിമൽ ടു ബൈനറി ഉണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും പഠിച്ചതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നമ്പർ, ഇപ്പോൾ ഉദാഹരണത്തിന് 154 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ തിരിച്ച് ചെയ്യാനുണ്ടല്ലോ. അത് ആണ് എന്ത്, അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എന്താ പറയാ, അതിന്റെ ബൈനറി നമ്മൾ കണ്ടുപിടിക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ക്യാരി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ക്യാരി വരുന്നില്ലെങ്കിൽ 0 ഇടും, ക്യാരി ഉണ്ടെങ്കിൽ അതിന് 1 ഇടും, അങ്ങനെ. ഓക്കെ. അത് നമ്മളിപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് അതിന്റെ ആവശ്യമില്ല. സബ്നെറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ അത് നമുക്ക് നോക്കാം. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ ഒന്നും കൂടെ നമുക്കൊന്ന്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സമ്മപ്പ് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോവാം. IP വേർഷൻ 4 ഓരോരുത്തർ നിങ്ങളെ എക്സാം ആൻസർ പറയും. IP വേർഷൻ 4 എത്ര ബിറ്റാണ്, എത്ര ബിറ്റ് അഡ്രസ് ആണ്? അസീബിന് പറയാൻ പറ്റുമോ? IP വേർഷൻ 4 എത്ര ബിറ്റാണ്? 32. യെസ്, വെരി ഗുഡ്. 32 ബിറ്റ് അഡ്രസ് ആണ്. ഓക്കെ, 32 ബിറ്റ് അഡ്രസ് ആണ്. ഓക്കെ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റ്. അതും നിങ്ങൾക്കറിയാം എന്താണ് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുക. അതായത് 120 ഡോട്ട്, ഒരു ഡോട്ട് ഉണ്ടോ, 3 ഡോട്ട് 4 ഡോട്ട് 5, ഇങ്ങനെ ഒരു ഡോട്ട് ഒരു ഡെസിമൽ വാല്യൂ എഴുതും, അതൊരു ഡോട്ട് ഇടും,
ഒരു ഡെസിമൽ വാല്യൂ അങ്ങനെ എഴുതി. അങ്ങനെ ഒരു ഡെസിമൽ വാല്യൂവിന്റെ മാക്സിമം എത്രയാ വരാൻ പറ്റുക? മിനിമം എന്ന് പറയുന്നത് 0 ആണ്. മാക്സിമം വാല്യൂ എത്രയായിരുന്നു? 255. അപ്പോൾ ഒരു IP അഡ്രസ് കാണുമ്പോൾ ഓരോ ഡിജിറ്റിലും നിങ്ങൾക്ക് എന്ത് വരെ വരുള്ളൂ? 255 വരെ വരുള്ളൂ. ഓക്കെ, അതായത് ഇപ്പം 120.256.7.8 ഇങ്ങനെ ഇടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് പോസിബിൾ അല്ല അല്ലേ? കാരണം എന്തായിപ്പോയി? ഇവിടെ 256 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നു. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, മാക്സിമം 255 വരെ വരാൻ പറ്റും. ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് നമ്മളിതിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ IP അഡ്രസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? കൺട്രോൾഡ് ബൈ ആരായിരുന്നു? അയാന അല്ലേ? വെബ്സൈറ്റിൽ പോയി നോക്കിയത് ഓർമ്മയില്ലേ? ayana.org. ayana.org ആണ് ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. IP അഡ്രസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അയാനയാണ്. അപ്പം ഈ IP അഡ്രസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? IP വേർഷൻ 4നെ കുറച്ചും കൂടെ ഒരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D ആൻഡ് ക്ലാസ് E. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു IP അഡ്രസ്സിന് സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല. എപ്പോഴും ഒരു IP അഡ്രസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്നെറ്റ് മാസ്കും കൂടെ കൊടുക്കണം. അത് നിങ്ങൾ റൂട്ടറിലായിക്കോട്ടെ, കമ്പ്യൂട്ടറിലായിക്കോട്ടെ, സ്വിച്ചിലായിക്കോട്ടെ, എന്ത് ഡിവൈസിലാണെങ്കിലും നിങ്ങൾ IP അഡ്രസ് കൊടുക്കുമ്പോൾ എന്തും കൂടെ കൊടുക്കണം? സബ്നെറ്റ് മാസ്കും കൂടെ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. വാട്ട് ഈസ് സബ്നെറ്റ് മാസ്ക്? വാട്ട് ഈസ് സബ്നെറ്റ് മാസ്ക്? ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. വാട്ട് ഈസ് IP അഡ്രസ്? വാട്ട് ഈസ് സബ്നെറ്റ് മാസ്ക്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സബ്നെറ്റ് മാസ്ക് എന്താന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഏത് റേഞ്ചിലുള്ള IP ആണ് വരുന്നത് അറിയാം? ഹോസ്റ്റ് വെർഷൻ, ഇന്റർനെറ്റ് വെർഷൻ. ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ പറ്റുമോ വേറെ ആർക്കെങ്കിലും? അത് ഒരു ആക്യുറേറ്റ് ആൻസർ അല്ല അത്. ബിനീഷ് പറയാൻ പറ്റുമോ? ബിനീഷ്. ഏത് ക്ലാസ് ഓഫ് IP ആണെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലല്ലോ, സബ്നെറ്റ് മാസ്കിന്റെ ആവശ്യം എന്തായിരുന്നു? ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് പോർഷൻ ആൻഡ് ഹോസ്റ്റ് പോർഷൻ ഇൻ എ IP അഡ്രസ്. സബ്നെറ്റ് മാസ്ക് അത് നിങ്ങൾ പഠിച്ചു നോക്കണം, അങ്ങനെ തന്നെ പഠിച്ചു നോക്കണം. സബ്നെറ്റ് മാസ്ക് ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് between network portion and host portion in an IP address. ഒരു IP അഡ്രസിന്റെ കൂടെയാണല്ലോ നമ്മൾ സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ IP അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ് നെറ്റ്വർക്ക് പോർഷനിലുണ്ട്, എത്ര ബിറ്റ് ഹോസ്റ്റ് പോർഷനിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IP അഡ്രസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IP അഡ്രസ്സിന് 2 പോർഷൻ ഉണ്ട്. എന്താണ്? നെറ്റ്വർക്ക് പോർഷനും ഉണ്ട്, ഹോസ്റ്റ് പോർഷനും ഉണ്ട്. അപ്പൊ ഈ സബ്നെറ്റ് മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സബ്നെറ്റ് മാസ്ക് ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് പോർഷൻ ആൻഡ് ഹോസ്റ്റ് പോർഷൻ ഇൻ IP അഡ്രസ്. മനസ്സിലായോ? സബ്നെറ്റ് മാസ്കിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുന്നു? ഞാൻ നോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സബ്നെറ്റ് മാസ്കിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? If a bit in subnet mask is 1, then the corresponding bit in IP address will be in network portion. നെറ്റ്വർക്കിലായിരിക്കും. അതായത് സബ്നെറ്റ് മാസ്കിന്റെ ബിറ്റ് 1 ആണെങ്കിൽ അത് എന്തായിരിക്കും? നെറ്റ്വർക്ക് പോർഷനിലായിരിക്കും. ഇനി അതേപോലെ തന്നെ അത് 0 ആണെങ്കിലോ,
if a bit in subnet mask is 0, then the corresponding bit in IP address will be in പറഞ്ഞേ ഹോസ്റ്റ് പോർഷൻ. ഒരു കാരണവശാലും നിങ്ങൾ ഇത് മറക്കരുത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ നെറ്റ്വർക്കിങ്ങിന്റെ ഫണ്ടമെന്റൽസ് ആണ്. സബ്നെറ്റ് മാസ്ക് എന്താണ്, IP അഡ്രസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ഒരാൾക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്നും കൂടെ പറയാൻ പറ്റുമോ മലയാളത്തിൽ? എന്താണ് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാണ് വേണ്ടത്, ഡെഫിനേഷൻ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. പക്ഷെ ഡെഫിനേഷനൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂവറിന് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ നിങ്ങളടുത്ത്. CCNA-കാരാണെന്നുണ്ടെങ്കിൽ CCNA-യിൽ വരുന്ന എന്ത് ടോപ്പിക് വേണമെങ്കിലും നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പൊ അതിന് നിങ്ങളുടെ കയ്യിലൊരു ആൻസർ ഉണ്ടായിരിക്കാം. പറഞ്ഞോളൂ. നമ്മൾ കൊടുക്കുന്ന IP ഫസ്റ്റില് നെറ്റ്വർക്കും ഹോസ്റ്റും ഉണ്ടാവും. അപ്പൊ അതെ, ഒരു IP അഡ്രസ്സിന് എപ്പോഴും നെറ്റ്വർക്കും ഉണ്ടാവും, ഹോസ്റ്റും ഉണ്ടാവും. അതെ, അതിൽ ഏതൊക്കെയാണ് എത്രയാണ് ഹോസ്റ്റ് ഉള്ളതെന്നും എത്രയാണ് നെറ്റ്വർക്ക് ഉള്ളതെന്നും അതാണോ അത്? യെസ്, അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എന്റെ കേസിൽ ഒരൊക്റ്ററ്റ് നെറ്റ്വർക്കിലും അല്ലെ, നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഒരൊക്റ്ററ്റ് നെറ്റ്വർക്കിലും മറ്റേതൊക്കെ ഹോസ്റ്റിലും അല്ലേ ഇരുന്നോ? ഇങ്ങനെയല്ലേ വരിക? n.h.h.h ഇങ്ങനെയല്ലേ ക്ലാസ് എന്റെ കേസിൽ വരിക അല്ലേ? നജീബ് ഓർക്കുന്നില്ലേ? ക്ലാസ് എന്റെ കേസിൽ എന്തായിരുന്നു? ആദ്യത്തെ ഒരു ഒക്റ്ററ്റ് നെറ്റ്വർക്കിലും പിന്നെ ഉള്ളതൊക്കെ ഹോസ്റ്റിലാണ്. അപ്പൊ ക്ലാസ് എന്റെ സബ്നെറ്റ് മാസ്ക് എന്തായിരിക്കും? 255.0.0.0. അതിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? /8. ക്ലിയർ? /8 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ 8 ബിറ്റുകൾ നെറ്റ്വർക്കിലാണ്. ക്ലാസ് എയിൽ ഒരു ഒക്റ്ററ്റ് നെറ്റ്വർക്കിലാണ്, അതായത് 8 ബിറ്റുകളാണ് ആദ്യത്തെ ഒക്റ്ററ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ബി ക്ലാസ്സിലാണെങ്കിലോ ആദ്യത്തെ 2 ഒക്റ്ററ്റ് നെറ്റ്വർക്കിലും പിന്നത്തെ 2 ഒക്റ്ററ്റ് ഹോസ്റ്റിലുമാണ്. അപ്പൊ അതിന്റെ സബ്നെറ്റ് മാസ്ക് എന്ത് വരും? 255.255.0.0. അതായത് സ്ലാഷ് എത്രയാ പറഞ്ഞേ? /16. ഇതൊന്നും മറക്കരുത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ്, ബേസിക്സ് ആണ്. ക്ലാസ് സിന്റെ കേസിലോ നെറ്റ്വർക്ക് പ്ലസ് ഒരു എണ്ണം ഹോസ്റ്റ്. അപ്പൊ അതിന്റെ സബ്നെറ്റ് മാസ്ക് എന്താ വരിക? 255.255.255.0. അതായത് /24. റൂട്ടിംഗ് ടേബിൾ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ /8 /16 /24 എന്നൊക്കെയാ കാണിക്കുക. അവിടെ ഇങ്ങനെ കാണിക്കൂല. പക്ഷെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പൊ ഈ ക്ലാസ് എയിൽ ഇപ്പോ നെറ്റ്വർക്ക് ഹോസ്റ്റിനാണ് 8 പോർട്ട് 8 എന്ന് കൊടുത്തേക്കണ്ടേ? 255. അതെ. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണും, ഞാനൊരു ഷോ IP റൂട്ട് അടിക്കുമ്പോഴേ ഇപ്പൊ 10.0.0.1 സോറി 1 അല്ല 0/8 ഇങ്ങനെയാണ് റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടാവുക. നമ്മൾ വാൻ ക്രിയേറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു വാൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? 2 ബ്രാഞ്ചുകൾ വെച്ച് കണക്ട് ചെയ്തത്. ആ ലാബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതായത് നിങ്ങൾ പാക്കറ്റ് ട്രേസറിൽ നിങ്ങൾ സ്വന്തം കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? സമയം കിട്ടിയിട്ടുണ്ടായിരുന്നോ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല. അതായത് വർക്ക് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ വരുന്നൊരു ഇഷ്യൂ ആണ്. അവർക്ക് മിക്കവാറും എന്തില്ല, അവർക്ക് ടൈം കിട്ടൂല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ CCA പഠിക്കുന്ന സമയത്ത് 16 മണിക്കൂർ ഒരു ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് CCA കിട്ടിയത്. ഒരു ദിവസം എന്നല്ല, ഒരു ദിവസം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ആ ലെവലിൽ. അതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ മുന്നേ പഠിച്ചതൊക്കെ എന്ന് പറയുന്നത് മാക്സിമം ഒരു ദിവസം 2 മണിക്കൂർ ഒക്കെയാണ് നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ CCA എടുത്ത സമയത്ത് ഒരു ലാസ്റ്റത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് ഏകദേശം രാവിലെ മുതൽ ലാബ് ചെയ്യുക ഇതല്ലാണ്ട് വേറൊരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്താം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഒരു ഹൈ ലെവലിലേക്ക്, ഇപ്പൊ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്തെങ്കിലേ നിങ്ങൾ ഹൈ പൊസിഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ.
പിന്നെ ചെയ്യുന്ന ലാബുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പാക്കറ്റ് ട്രേസർ ഒക്കെ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത്, കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തൊക്കെ മാത്രമല്ല നിങ്ങൾ അതിന്റെ ഫയൽ നിങ്ങൾ മെയിലിലേക്ക് അയച്ചു വെച്ചേക്കുക. കാരണം കമ്പ്യൂട്ടർ അപ്പം വേണമെങ്കിൽ ഒരു വൈറസ് കയറിയാൽ ചിലപ്പോൾ എന്തായി പോകും, അത് ഇതായി പോകും. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ലാബുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കുക പാക്കറ്റ് ട്രേസർ ഫയൽസ്. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഈ CCNA കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണെങ്കിലും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനകത്തുള്ള ഒരു ഫയൽ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ. ഇപ്പൊ 2 ബ്രാഞ്ചിലുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ വെറുതെ വന്നിട്ട് ഞാൻ ഈ റൂട്ടറിനകത്ത് വന്നിട്ട് ഞാൻ റൂട്ടിംഗ് ടേബിൾ കാണിച്ചിട്ട് ഇത് ഈ റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രബിൾ ഷൂട്ടിങ്ങിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്, റൂട്ടിംഗ് ടേബിൾ കാണിട്ട് ഷോ IP റൂട്ട്. ഇത് കണ്ടോ /24 എന്ന് കണ്ടോ? ശരിക്കും /24 എന്ന് പറഞ്ഞാൽ എന്താ, 255.255.255.0 ആണ്. പക്ഷെ റൂട്ടിംഗ് ടേബിൾ എങ്ങനെയാ ഉണ്ടാവുക? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു കോൺഫിഗ് ടീറ്റിൽ കയറി ഒരു ഇന്റർഫേസ് എടുത്തു. ഞാനിപ്പോ ഉദാഹരണത്തിന് ഷോ IP ഇന്റർഫേസ് ബ്രീഫ്. ഇപ്പൊ ഇതിനകത്ത് സീരിയൽ ഉണ്ട്. ഇതാ ഈ ഇന്റർഫേസിന് ഞാനൊരു IP, പക്ഷെ അത് ഡൗൺ ആണ്. ഓക്കെ, ഞാൻ വിർച്വൽ ആയിട്ട് ഒരു ഇന്റർഫേസ് ഉണ്ടാക്കാം കേട്ടോ. ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 0. ഓക്കെ, IP അഡ്രസ് 10.0.0.1. ഓക്കെ, ഇത് ഏത് ക്ലാസ്സാ പറഞ്ഞ? പെട്ടെന്ന് പറഞ്ഞ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടു. A class. യെസ്, വെരി ഗുഡ്. അപ്പൊ മാസ്ക് എന്താ കൊടുക്കണ്ടേ, അല്ലേ? 255. യെസ്, കറക്റ്റ്. ഇനി ഞാൻ എക്സിറ്റ് അടിച്ചു. ഇനി ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 1 ഉണ്ടാക്കി, വേറെ ഇന്റർഫേസ് ഉണ്ടാക്കി. ഇനി IP അഡ്രസ് ഒരു 178.0.0.1. ഇത് ഏത് ക്ലാസ്സാ? A class. A അല്ല, 178.27 വരെയല്ലേ ഉള്ളൂ എ ക്ലാസ് ഉള്ളൂ. 127 വരെയല്ലേ എ ക്ലാസ് ഉള്ളൂ. ഇതേതാ? B അല്ലേ? B അല്ലേ? കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? മാസ്ക് എന്താ വരെ പറഞ്ഞേ? 255.255.0.0. ഓക്കെ, എൻ്റെ അടിച്ചു. ഇനി ഞാൻ ഷോ IP റൂട്ട് നോക്കാം. നോക്കിക്കേ, ഇത് ക്ലാസ് A ആയിരുന്നു, അതിന് 8 വന്നു. 8 എങ്ങനെ വന്നു? നമ്മൾ 255 എന്ന് പറയുന്നത് ശരിക്കും എന്താ, അതിന് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്താ സംഭവിക്കാം? 1111111. 8 ബിറ്റും 1. ഓക്കെ അല്ലേ? അതാണ് /8 എന്ന് പറയാൻ കാരണം. Bക്ക് എന്ത് സംഭവിച്ചു? 255. ഈ 127ന്റെ നേരെ താഴത്ത് ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്ത് 255 ആയിരുന്നു. ഇതും 255. ഇത് ഈ 2 ഒക്ടറ്റും നെറ്റ്വർക്കിലാണ്. അതായത് ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്കിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുമ്പോഴും ഇപ്പോൾ റൂട്ടിംഗ് ടേബിൾ എപ്പോഴും നമ്മൾ കാണുക പ്രിഫിക്സ്, ഇതിനെ പ്രിഫിക്സ് വാല്യൂ എന്നാണ് വിളിക്കുക. പക്ഷെ അതിന്റെ ഡെസിമൽ വാല്യൂ എന്താന്നുള്ളത് നിങ്ങൾക്ക് /16 കാണുമ്പോഴേക്കും നിങ്ങളുടെ മെമ്മറിയിൽ വരണം. ഇത് 255.255.0.0 ആണ് ഇതിന്റെ സബ്നെറ്റ് മാസ്ക്. /24 എന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരണം 255.255.255.0 ആണ് ഇതിന്റെ സബ്നെറ്റ് മാസ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലാബ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് വേരിഫിക്കേഷൻ കമാൻഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡ് ആവും. ഇതിനകത്ത് ആകെ കൂടെ ഒരൊറ്റ ട്രിക്ക് മാത്രമേ, നിങ്ങൾക്ക് CCNAയിൽ എക്സ്പേർട്ട് ആവണം, അല്ലെങ്കിൽ CCNPയിൽ എക്സ്പേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ, നല്ലൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് റിപ്പീറ്റേഷൻ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ, പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ്. പ്രാക്ടീസ് മേക്ക് മാൻ. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്ത കാര്യം തന്നെ ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും, എന്നെങ്കിലും ചില കൺസെപ്റ്റുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡ് ആവുള്ളൂ. ഓക്കെ, Sir, അതിന് നമ്മൾ
എത്ര കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. എത്ര കുറേ യൂട്യൂബ് കണ്ടു, കുറേ വീഡിയോസ് കണ്ടു. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കലിന്റെ ഓരോരോ കമാൻഡുകൾ നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നന്നായിട്ട് വായിക്കുക. അതിൻ്റെ അത് എന്തൊക്കെ കാണും, ഓരോന്നും എന്താന്ന് നോക്കിയാൽ 10 ഹലോ, ഡോസ്. പറഞ്ഞോളൂ. ഓക്കെ. ഇതിപ്പോ അപ്പോ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഒന്ന് നോക്കും. അങ്ങനെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ IP കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയില്ല. ഇത് എ ക്ലാസ് IP ആണെങ്കിൽ അത് 8 ബിറ്റ്, യെസ്, സി ക്ലാസ് ആണ്, ബി ക്ലാസ് ആണെങ്കിൽ അത് 16, യെസ്, സി കറക്റ്റ്. ക്ലാസ് ആണ് 24. അങ്ങനെ മനസ്സിലാക്കി കൂടെ? അങ്ങനെ മനസ്സിലാക്കണം. അതെ, അങ്ങനെ മനസ്സിലാക്കും. പക്ഷെ ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് അറിയോ? ഇനി നമ്മൾ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ സബ്നെറ്റിംഗ് എന്ന് പറയുമ്പോൾ ക്ലാസ് എക്ക് ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് ക്ലാസ് സിന്റെ മാസ്ക് കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, കോൺഫ്റ്റി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഈ ലൈവിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാട്ടോ അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നത്. IP അഡ്രസ്സ്, ഞാനൊരു IP അഡ്രസ്സ് കൊടുക്കുകയാണ്. ഒരു ഇന്റർഫേസ്, വേറൊരു ഇന്റർഫേസ് ഉണ്ടാക്കുക. ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 10 അല്ലെങ്കിൽ 3, ഒരു 1 2. ഇത് വിർച്വൽ ഇന്റർഫേസ് ആട്ടോ. ഇത് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. ഇതൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ വരും അതെന്താന്നുള്ളത്. അതിന് IP അഡ്രസ് ഓക്കെ 11.11.2.5 ഒരു IP അഡ്രസ് കൊടുക്കും. അതിന് ഞാൻ സബ്നെറ്റ് മാസ്ക് കൊടുക്കുകയാണ് 255.255.255.0 ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഞാൻ ചെയ്തത് 11 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ ഞാൻ സബ്നെറ്റിംഗ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഞാനത് കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ അടിച്ചു, ഷോ IP റൂട്ട് അടിച്ചു നോക്കി. ഇത് നോക്കിയേ, 11.0.0./ ഈ കണ്ടോ, സബ്നെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സബ്നെറ്റഡ്. ഓക്കെ, 11 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്നെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ് ഇവിടെ. അപ്പം ക്ലാസ് A ആണെങ്കിൽ പോലും എന്ത് വന്നു, അതിന് സിന്റെ മാസ്ക് വന്നു. ഇനി ഞാൻ വേറെ ഒന്ന് കാണിച്ചില്ല. അപ്പൊ നമുക്ക് കോൺഫ്റ്റി ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 4 ഉണ്ടാക്കി. IP അഡ്രസ് 200 എന്ന് പറയുന്നത് ക്ലാസ് C അല്ലേ? 255.255.255.240 ഇങ്ങനത്തെ ഒരു മാസ്ക് നിങ്ങൾ ഇത് സബ്മിറ്റിംഗ് ചെയ്തു എന്നുള്ളതിന്റെ എക്സാമ്പിൾ. വേറൊരു മാസ്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ക്ലാസ് സിക്ക് ഡിഫോൾട്ട് മാസ്ക് അല്ലാതെ വേറൊരു മാസ്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ സബ്നെറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഷോ IP 200 എന്ന് പറയുന്ന നെറ്റ്വർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്നെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേരിയബിളി സബ്നെറ്റ് എന്നൊക്കെ കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഒരു 2 or 3 ക്ലാസ്സുകൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സബ്നെറ്റിംഗിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ചൊരു സമയം 1 or 2 മണിക്കൂർ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഫ്രീ ടൈം അല്ലേ നമുക്ക് ക്ലാസ്. സാധാരണ ഇനി അടുത്ത ഇത് മുതൽ ഞാനിപ്പോൾ 2-3 ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫ്രൈഡേ ക്ലാസ് എടുത്തത്. സാധാരണ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവാറില്ല. അത് നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തരുന്ന സമയമാണ്. ആ സമയം നിങ്ങൾ ക്ലാസ് ഇല്ലല്ലോ, ഇന്നൊന്ന് റിഫ്രഷ് ചെയ്ത് കളയാം എന്ന് കഴിഞ്ഞിട്ട് സിനിമക്ക് പോകാനൊന്നും പാടില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടി 1-2 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക ആ സമയം. അങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് ലിങ്ക് ചെയ്തിട്ടാണ് അടുത്തടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഇപ്പൊ സബ്നെറ്റിങ്ങിന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IP അഡ്രസ്സിങ്ങിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടാവണം. ഇല്ലാണ്ട് സബ്നെറ്റിംഗ് പറഞ്ഞെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇനി, അപ്പൊ നമുക്ക് ഈ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ /24 കാണും, ഇവിടെ കണ്ടോ /28 കണ്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, അത് ക്ലാസ് C ആണ്. പക്ഷേ ക്ലാസ് സിക്ക് ഞാൻ കാണേണ്ടത് എന്താ, 24 അല്ലേ ഞാൻ കാണേണ്ടത്. 200 എന്ന് വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, ക്ലാസ് C അല്ലേ. പക്ഷെ ക്ലാസ് സിക്ക് ഞാൻ കാണേണ്ടത് 24 ആണ്. പക്ഷെ ഇവിടെ കാണുന്നത് എന്താ, 28 അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് സബ്നെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബിറ്റ് വെച്ചിട്ടാണ് സബ്നെറ്റ്. /24, 25, 26, 27, 28 അപ്പൊ 4 ബിറ്റ് എടുത്തിട്ട് ഇവിടെ സബ്നെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കീറി മുറിച്ച് പഠിക്കാൻ പോവുകയാണ് നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക്.
ഓക്കെ, ഇനി ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് IP അഡ്രസ്സിങ്ങും സബ്നെറ്റിങ്ങും തറോ ആയിരിക്കണം. ഈ സബ്നെറ്റിങ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണ CCNA ടീച്ചർമാർ പഠിപ്പിക്കുന്ന മാതിരിയല്ല പഠിപ്പിക്കുക, അത് പ്രാക്ടിക്കൽ ലെവലിലാണ് പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയററ്റിക്കൽ ലെവൽ കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് തരും, അത് നിങ്ങൾ ചെയ്തു വരണം. എന്നാൽ പിന്നെ നിങ്ങൾ സബ്നെറ്റിങ് തറോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കുറേ സബ്നെറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. നിങ്ങൾക്ക് CCNA എക്സാമിനെ പറ്റി അറിയാലോ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിനകത്ത് കൂടുതലായിട്ടും. ABCD ആൻസർ ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ CCNA വന്ന ഒരു 10ഓ 20ഓ റിയൽ എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. അത് വർക്കൗട്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ സബ്നെറ്റിങ്ങിൽ തറോ ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് ഒരാഴ്ചത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ IP അഡ്രസ്സിങ് ആദ്യം തറോ വെക്കുക, എന്നിട്ട് നമുക്ക് സബ്നെറ്റിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ സബ്നെറ്റ് മാസ്ക്, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിയും ഇയും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് E എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതൊന്നും ഒരിക്കലും നിങ്ങൾ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റൂല. ക്ലാസ് ഡിയും ഇയും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, പിന്നെ സബ്നെറ്റ് മാസ്ക് നമ്മൾ പറഞ്ഞു. സബ്നെറ്റ് മാസ്ക് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇതിനകത്തുള്ള റൂള്, ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ. ഫസ്റ്റ് റൂൾ 1 to 127 ആണെങ്കിൽ അതേതാണ്? ക്ലാസ് A അല്ലേ? ഓർക്കുന്നില്ലേ? സോറി, 0 to അല്ലേ? 0 കൊടുക്കാൻ പാടില്ല, 127 കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തായി പോ, 1 to 126 ആണ് ആക്ച്വലി ഇവിടെ വരിക, ക്ലാസ് എന്റെ കേസിൽ വരിക. ഇനി ബീന്റെ റേഞ്ച് പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ? 128 to എത്ര വരെയായിരുന്നു? 191. യെസ്, വെരി ഗുഡ്, 190. ഇനി സി ആണെങ്കിലോ 192 മുതൽ 223 വരെ അല്ലേ? ഇനി എയും ബിയും സിയും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, പക്ഷെ എന്നാലും മറ്റേ റേഞ്ചും കൂടെ നിങ്ങൾ പഠിച്ചു നോക്കണം. 224 മുതൽ 239 വരെയാണെങ്കിൽ അല്ലേ? കറക്റ്റ് അല്ലേ? 224 മുതൽ 239 വരെയാണെങ്കിൽ ഏതാണ് ക്ലാസ്? ഡി. ഇനി 240 മുതൽ 255 വരെയുള്ള ഏത് വാല്യൂസ് വന്നു കഴിഞ്ഞാലും അത് ക്ലാസ് ഡി ആണ്. അത് റിസർച്ച് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ നിങ്ങൾ പഠിച്ചു വെക്കണം. CCNAക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു വെക്കണം. നിങ്ങൾ CCNA സർട്ടിഫൈഡ് അല്ലെങ്കിൽ CCNA കോഴ്സ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരും. ആ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലൊക്കെ ബേസിക്സ് സ്ട്രോങ് ആണോ നോക്കാൻ വേണ്ടി സബ്നെറ്റ് മാസ്ക് എന്താണ്, IP അഡ്രസ് എന്താണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. IP അഡ്രസ് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ നമ്മളുടെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യന് നമ്മളെ സ്റ്റുഡന്റിന്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ടർ ആൻഡ് എ സ്വിച്ച്? വാട്ട് ഈസ് IP അഡ്രസ്? വാട്ട് ഈസ് സബ്നെറ്റ് മാസ്ക്? ബിഗിനേഴ്സ് ആണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ IP അഡ്രസ് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് IP അഡ്രസ്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് IP അഡ്രസ്? IP അഡ്രസിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ? ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് തന്നില്ലായിരുന്നോ? ഈ ചാപ്റ്റർ തന്നിട്ടിരുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം ചാപ്റ്റർ. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്
അത് ഓക്കെ. അപ്പൊ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? TCP/IP നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടറുകളെ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ആണ് ഐ പി അഡ്രസ്. IP വേർഷൻ 4 ആണ് നമ്മൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്നത്. അത് 32 ബിറ്റ് നമ്പർ ആണ്. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഉണ്ടോ? IP address is a unique address that identifies a device on the internet or a local network. The internet address will differentiate between different computers. Okay, ഇതെന്താണ്? കമ്പ്യൂട്ടറുകളെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു, അതിന്റെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി വേറെ എന്ത് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആർക്കെങ്കിലും റിവൈസ് ചെയ്യാൻ പറ്റുമോ? IP അഡ്രസ്സിനകത്ത് ഫസ്റ്റ് അക്ട് റൂൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? എന്തായിരുന്നു റൂള്? ഞാൻ വീഡിയോ എന്താണ് കറക്റ്റ്? എന്താ പറഞ്ഞ? യെസ്, വെരി ഗുഡ്. ഹോസ്റ്റ് പോർഷൻ മൊത്തം എന്താവാൻ പാടില്ല? ഓൾ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പോർഷൻ cannot be 1. അതേമാതിരി തന്നെ all bits in host portion cannot be 0. ഇത് IP അഡ്രസ്സിൽ വരുന്ന റൂളാണ്. അതായത് 10.0.0.0. ഇത് ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആയിപ്പോയി. ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആയാൽ അത് എന്താണ്? അതിനെ നമ്മൾ നെറ്റ്വർക്ക് ID എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ ഹോസ്റ്റ് പോർഷൻ മൊത്തം 1 ആയാലോ അതും ഇൻവാലിഡ് IP ആണ്. അതെന്താണ്? ബ്രോഡ്കാസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ IP അഡ്രസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചത്. IP അഡ്രസ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? ഈ പ്രൈവറ്റ് IP പബ്ലിക് IP കൂടെ പറയാം അല്ലേ? പബ്ലിക് IP പ്രൈവറ്റ് IP ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം IP അഡ്രസ്സിംഗ് ചാപ്റ്റർ കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമ്മള് IP അഡ്രസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരേ IP അഡ്രസ്സിന്റെ മൾട്ടിപ്പിൾ വരാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പം ബിനീഷ് എന്ന് പറഞ്ഞ 2 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് IP ആൻഡ് പ്രൈവറ്റ് IP? ബിനീഷ് ആൻസർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ 2 ബിനീഷ് ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെ മനസ്സിലാക്കും അല്ലേ? അപ്പം പേര് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഗ്രൂപ്പിൽ. അല്ലെങ്കിൽ അവരെ ഇനീഷ്യലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർ വേർതിരിച്ചറിയണം. അതേപോലെ നമ്മൾ IP അഡ്രസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കറക്റ്റ് ആൾക്ക് ഈ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും? ഇപ്പൊ നമ്മൾ വിചാരിക്കുക നമ്മൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ടെൽനെറ്റ് ചെയ്യാം, ഒരു സെർവറിനകത്ത് ടെൽനെറ്റ് ചെയ്യാം. ടെൽനെറ്റ് എന്ന് അടിച്ചു 1.1.1.1 എന്ന് അടിച്ച് എൻ്റർ അടിച്ചു. ഇപ്പൊ 1.1.1.1 എന്ന് പറഞ്ഞാൽ 2 കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിലോ? ഓക്കെ, അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഒരിക്കലും. അപ്പൊ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അയാനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി അയാനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അയാൻ എന്ത് ചെയ്യും? IP തന്നെ അവർ പേയ്മെന്റ് വാങ്ങിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ? IP അഡ്രസ് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഒരു ക്യാഷ് മേടിക്കും, ഒരാളുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് മേടിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള IP അഡ്രസ്സിനെയാണ് നമ്മൾ പബ്ലിക് IP അല്ലെങ്കിൽ രജിസ്റ്റേർഡ് IP എന്ന് പറയും. ഓക്കെ, രജിസ്റ്റേർഡ് IP അല്ലെങ്കിൽ ഇന്റർനെറ്റ് റൗട്ടബിൾ IP അല്ലെങ്കിൽ ഇന്റർനെറ്റ് IP എന്നൊക്കെ വിളിക്കും ഈ പബ്ലിക് IP-നെ. ഈ പബ്ലിക് IP വേണമെങ്കിൽ നമ്മൾ
ക്യാഷ് സ്പെൻഡ് ചെയ്യണം, നമ്മൾ എമൗണ്ട് കൊടുക്കണം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു പബ്ലിക് ഐ പി എനിക്ക് ഉണ്ട്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽടെല്ലിന് ഇപ്പം റെയിൽവേയുടെ കണക്ഷനാണ് ഇവിടെ എടുത്തത്. 1000 രൂപ വീതം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ എമൗണ്ട് ഞാൻ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് എൻ്റെ ഐ പി വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും. ഓക്കെ, ഈ പബ്ലിക് ഐ പി തന്നെ 2 വിധത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും കിട്ടും, പിന്നെ ഡൈനാമിക് ആയിട്ടും കിട്ടും. സാറേ സ്റ്റാറ്റിക് ഐ പിക്ക് ആണല്ലോ ക്യാഷ് കൊടുക്കണ്ടേ? അല്ല, അതായത് നിങ്ങൾ സ്റ്റാറ്റിക് ഐ ടി പിയിലാണ് ക്യാഷ് കൊടുക്കണ്ടെങ്കിൽ പോലും ഡൈനാമിക് ഐ പിക്കും നിങ്ങൾ ഇൻഡയറക്ട്ലി ക്യാഷ് കൊടുക്കുന്നില്ലേ? ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി അല്ലേ? നിങ്ങൾ ഇന്റർനെറ്റിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കുന്നില്ലേ? ആ എമൗണ്ടിന് ചെറിയൊരു എമൗണ്ട് എവിടെ പോകുന്നുണ്ട്? ഈ ഡൈനാമിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഐ പിക്ക് പോകുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് അയാന ആപ്നിക്കിന് ഐ പി കൊടുക്കും. ആപ്നിക്കിന് ഒരു ഹ്യൂജ് റേഞ്ച് ഐ പി കൊടുക്കും. ആപ്നിക്കിന്റെ കയ്യിൽ നിന്നാണ് ISP ഐ പി വാങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ സ്ക്രീന് കാണുന്നില്ലേ? അയാന, ആപ്നിക്ക്, ISPന്റെ അടുത്ത് നിന്നാണ് കസ്റ്റമർക്ക് ഐ പി കിട്ടുന്നത്. ഈ കസ്റ്റമർക്ക് ISPക്ക് എങ്ങനെ കൊടുക്കാം? ഒന്നുകിൽ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കാം, ഡൈനാമിക് ആയിട്ട് കൊടുക്കാം. ഡൈനാമിക് ആയിട്ട് കൊടുക്കുമ്പോൾ വലിയ ചാർജ് ഒന്നും ഇയാൾ വാങ്ങിക്കുന്നില്ല. പക്ഷെ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുമ്പോഴോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കണക്ഷൻ ഞാൻ ഇപ്പം മാറ്റി കൊടുത്ത്, ഇപ്പം നിങ്ങൾക്ക് വയേർഡ് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു CCIന്റെ ലാബ് റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, CCI ലാബ് റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക് ഐ പി എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 2500 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1200 റുപ്പീസ് ഓരോ മാസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ISPക്ക് ബില്ല് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു വർഷത്തേക്ക് 2500 റുപ്പീസ് ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റാറ്റിക് ഐ പി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇന്റർനെറ്റ് ഐ പി വേണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഡൈനാമിക് ആയിട്ടാണെങ്കിലും ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്റ്റാറ്റിക് ആയിട്ടാണെങ്കിൽ വലിയൊരു എമൗണ്ട് കൊടുക്കും. അപ്പൊ എന്താണ് ഈ ഡൈനാമിക് ഐ പി സ്റ്റാറ്റിക് ഐ പിയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഡൈനാമിക് ഐ പി വെച്ചാൽ ഓരോ ദിവസവും ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് ഞാൻ അരുൾ ജോൺ എടുത്തു. എടുത്തപ്പോൾ അവിടെ ഒരു ഐ പി കണ്ടല്ലോ. ഈ ഐ പി അഡ്രസ് ചിലപ്പോൾ നാളെ ഞാൻ നോക്കുമ്പോൾ തന്നെ വന്നോന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഇവിടെ 162 പകരം ചിലപ്പോൾ ഒരു 300 അല്ല 200 അങ്ങനെ ഒരു നമ്പറേക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അത് നമുക്ക് വേണം നാളെ നോക്കി നോക്കാം. മോഡ് എന്നാണോ ഓഫ് ചെയ്യുന്നത്, മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ DSCP വഴിയേക്ക് നമുക്ക് ഐ പി കിട്ടിയിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ടാവുക DSCP വഴിയേക്ക്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് തന്ന ഈ ഐ പി ഇത് ഏത് കസ്റ്റമറിനാണ് കൊടുത്തത് എന്നുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ റെനീഷിനാണ് ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഈ ഐ പി കൊടുത്തത് റെനീഷിനാണെന്നുള്ള ഇൻഫർമേഷൻ ആര് കീപ്പ് ചെയ്യണമെന്ന് അറിയോ? ഈ ISP കീപ്പ് ചെയ്യണം. 3 വർഷത്തേക്ക് കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം എന്തെങ്കിലും ഒരു ഹാക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം തിരിമറി ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിൽ, അതായത് സൈബർ സെക്യൂരിറ്റി ഒക്കെ അവർ ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പാക്കറ്റിന്റെ ഹെഡറൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇത് ഏത് ഐ പി എന്നാണ് ഈ അറ്റാക്ക് വന്നത് എന്നൊക്കെ. ഇല്ലേ, നമ്മൾ അന്ന് ഓർക്കുണ്ടോ, അബ്ദുൽ കലാമിന് ഒരു ത്രെട്ടനിങ് മെയിൽ അയച്ചിട്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ട് ഒരാളെ പിടികൂടിയത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വലിയൊരു സെൻസേഷൻ ആയിട്ട് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് അയാളെ പൊക്കിയത്? അവര് മെയിലിന്റെ ഹെഡർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് IP കിട്ടും. IP നോക്കിക്കഴിഞ്ഞാൽ ഏത് ISPക്കാണ് ഇത് കൊടുത്തതെന്നുള്ളത് കിട്ടും. ആ ISPയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ISPനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഏത് കസ്റ്റമർക്കാണ് ഈ IP ഇന്ന ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പം ഇനി ഇത് ഡൈനാമിക് ആയിട്ട് കൊടുത്താൽ ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് സ്റ്റാറ്റിക് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്താലോ അത് മാറൂല. എന്ന് നോക്കിയാലും IP അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് ക്ലിയർ ആയോ?
ഈ സ്റ്റാറ്റിക് ഐപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഐ പി മാറില്ല എന്ന് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? അല്ല, ഇത് മാറൂല എന്നുള്ളതാണ് സ്റ്റാറ്റിക് ഐപിന്റെ പ്രത്യേകത. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മാറ്റാത്തതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാണ്ട് നമ്മൾ സ്റ്റാറ്റിക് ഐപി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഫയർവാൾ അപ്പൊ നമുക്ക് ഒരു ഇന്റേണലി എന്തെങ്കിലും വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനത്തെ ഒരു പർപ്പസിനൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഐപി എടുക്കുന്നത്. അല്ല, ഇതില് ട്രാഫിക്കിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവോ ഈ സ്റ്റാറ്റിക് ഐപ്പിയും ഡൈനാമിക് ഐപ്പിയും തമ്മിൽ? എന്തെങ്കിലും വിഷയം ഉണ്ടാവോന്ന്? നെറ്റ്വർക്കില് ട്രാഫിക്കിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവോ? ഇല്ല. ഇത് നിങ്ങൾ സ്റ്റാറ്റിക് ഐപി ആയിട്ട് എടുത്തു വെച്ചിട്ട് ട്രാഫിക്കിനകത്ത് യാതൊരു സ്പീഡ് കൂടിയ സ്പീഡ് കുറയേ അങ്ങനത്തെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡൈനാമിക് ഐ പി നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ഡി എൻ എസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വരും ഡി എൻ എസ്, എന്താണ് ഡൊമൈൻ നെയിം സർവീസ്. ഓക്കെ, ഡി എൻ എസിൽ ഒരു ചെറിയൊരു ഇത് വരും. ഡി എൻ എസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഡൈനാമിക് ഐ പി ആണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഡി എൻ എസിന് പകരം ഡൈനാമിക് ഡി എൻ എസോ അങ്ങനെ എന്തെങ്കിലും സർവീസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ മേടിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ട്രാഫിക്കിന് ഒരു വലിയൊരു ഒന്നും ഒരു ചേഞ്ചും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പബ്ലിക് ഐ പി എന്ന് പറയുന്നത് കാശ് ചെലവാക്കിയാൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് പബ്ലിക് ഐ പി. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇത് റിപ്പീറ്റ് ആവില്ല. പബ്ലിക് ഐ പി ഒരിക്കലും എന്താവൂല, റിപ്പീറ്റ് ആവൂല. ഓക്കെ, പബ്ലിക് ഐ പി വിൽ ബി യുണീക്ക് ഇൻ വേൾഡ്. ഓക്കെ, കാരണം ഐ എസ് പി എന്ത് ചെയ്യില്ല, ഒരു കസ്റ്റമറിന് കൊടുത്ത ഐ പി വേറൊരു കസ്റ്റമറിന് കൊടുക്കുവോ? ഡ്യൂപ്ലിക്കേഷൻ വരൂലേ? അങ്ങനെ കൊടുക്കൂല. ആപ്പിക്ക് എന്ത് ചെയ്യില്ല, ഒരു ഐ എസ് പിക്ക് കൊടുത്ത അതേ റേഞ്ച് വേറൊരു ഐ എസ് പിക്ക് കൊടുക്കുവോ? ആപ്പിനിക്കിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഐ എസ് പിസ് ഒക്കെ ഐ പി വാങ്ങിക്കേണ്ടത്. അപ്പൊ ആപ്പിനിക്ക് എന്ത് ചെയ്യില്ല, ഒരു ഐ എസ് പി കൊടുത്ത അതേ റേഞ്ച് വേറൊരു ഐ എസ് പിക്ക് എടുത്ത് കൊടുക്കുവോ? ഇല്ല. ഇനി അയാന ആപ്പിനിക്കിന് കൊടുത്ത അതേ റേഞ്ച് എടുത്തിട്ട് അരിന് കൊടുക്കുവോ, അല്ലെങ്കിൽ ലാക്നിക്കിന് കൊടുക്കുവോ? ഇല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അവര് അത് ഇതാകാൻ. അപ്പൊ പക്ഷെ പബ്ലിക് ഐ പി എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷനാണ് എന്ത്, പ്രൈവറ്റ് ഐ പി. പ്രൈവറ്റ് ഐ പി എന്ന് പറയുന്നത് എന്താ, നോൺ രജിസ്റ്റേർഡ് ഐ പി അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഐ പി. അതായത് നോൺ ഇന്റർനെറ്റ് റൂട്ടബിൾ ഐ പി, അതായത് നോ ക്യാഷ്. ഇത് സ്റ്റാറ്റിക് ആയിട്ടും ഡൈനാമിക് ആയിട്ടും ഒക്കെ കൊടുക്കാം കേട്ടോ. സ്റ്റാറ്റിക് ആയിട്ടും കൊടുക്കാം നിങ്ങൾക്ക്, ഡൈനാമിക് ആയിട്ടും കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് അപ്പൊ നിങ്ങൾ ഓർക്കുക, നമുക്കൊരു ലാൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മളെ ഇന്റേണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ബാങ്ക് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ഐ പി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആ ബജറ്റ് താങ്ങാൻ പറ്റൂല. ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ ഇൻഫോ ക്യാമ്പസിന് നമുക്ക് കാലിക്കറ്റ് ഓഫീസ് ഉണ്ട്, ബാംഗ്ലൂർ ഓഫീസ് ഉണ്ട്. ഇവിടെ മൊത്തം ഞാൻ നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണക്ഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഐ പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ പബ്ലിക് ഐ പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ഐ പിക്ക് 2500 റുപ്പീസ് കൊടുക്കണ്ടേ ഒരു കൊല്ലത്തേക്ക്? അപ്പൊ എൻ്റെ ലാനിൽ ഒരു 10-100 കമ്പ്യൂട്ടർ ഉണ്ട് വിചാരിച്ചോട്ടെ. അപ്പൊ ഞാൻ എത്ര എമൗണ്ട് ചെലവാക്കണം ഒരു വർഷത്തേക്ക്? അതെനിക്ക് താങ്ങാവുന്നതിലും അധികമാണ് അല്ലേ? അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് ഐ പി അഡ്രസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഐ പി എന്ന് പറയും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആരുടെയും പെർമിഷൻ ഇല്ലാണ്ട്, അയാനാന്റെ അടുത്തൊന്നും വാങ്ങാതെ, ഐ എസ് പിന്റെ അടുത്തൊന്നും വാങ്ങാതെ, നിങ്ങളുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ആയിക്കോണമെന്നില്ല, നിങ്ങളെ വാനിനോ നിങ്ങളെ ലാനിനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഐ പി കൊടുക്കാൻ പറ്റും. ആ ഐ പിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഐ പി എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് ഐ പിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് റേഞ്ച് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ആ റേഞ്ച് നമ്മൾ പഠിക്കണം, കാണാതെ പഠിക്കണം. ക്ലാസ് എയില് 10.0.0.0 ഒരൊറ്റ നെറ്റ്വർക്ക്, /8 ആണ് വരിക എന്നുള്ളത് നമുക്ക് ഓർക്കണം. ക്ലാസ് എയിൽ 10ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഐ പി അഡ്രസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം.
ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. ക്ലാസ് ബിയിലാണെങ്കിൽ ഇത് ഒറ്റ സിംഗിൾ നെറ്റ്വർക്ക് ആട്ടോ. ഓൺലി വൺ നെറ്റ്വർക്ക് ഈസ് റിസർവ്ഡ് ഇൻ ക്ലാസ് എ. ക്ലാസ് എയില് ഒറ്റ ഒരു നെറ്റ്വർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫ്രീ ആക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി 11, 12, 13, 14 അതൊക്കെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം. ക്യാഷ് കൊടുത്ത് മേടിച്ചേ പറ്റൂ. പക്ഷെ 10 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നോൺ ഇന്റർനെറ്റ് റൂട്ടബിളാ. ആ IP വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് വിചാരിക്കണ്ട. ഇന്റർനെറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നെറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് നോക്കാം, എന്താ നെറ്റ് എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ക്ലാസ് ബിയിൽ ഇത് നിങ്ങൾ പഠിക്കുക 172.16.0.0. ക്ലാസ് ബിയില് 16 മാസ്ക് വരിക അല്ലേ? ഓക്കെ, 172.17.0.0/16 രണ്ടാമത്തെ നെറ്റ് 172.18.0.0/16. 0 ഡോട്ട് റേഞ്ചിൽ വരുന്ന എല്ലാ IP യൂസ് ചെയ്തത് 255 വരെയുള്ള. അതെ യൂസ് ചെയ്യാം. അതായത് ഇതൊരു നെറ്റ്വർക്ക് ആണ്, ഇതൊരു ഒരൊറ്റ നെറ്റ്വർക്ക്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്, ഇതിനകത്ത് 2⁻16 അതായത് 65534 ഇത്രയും IP അഡ്രസ്സുകൾ ഉണ്ട്. 35,000 സംതിങ് IP ഉണ്ട് ഇതിനകത്ത്. ഒറ്റ സിംഗിൾ നെറ്റ്വർക്ക് ആണ്, ഒരൊറ്റ നെറ്റ്വർക്ക് ആണ്. ആ നെറ്റ്വർക്ക് ഇത്രയും IPs ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക്, 2 നെറ്റ്വർക്ക്, 3 നെറ്റ്വർക്ക്, അങ്ങനെ വന്നിട്ട് 172.31.0.0 ഇത്രയും നെറ്റ്വർക്ക്, അതായത് 16 നെറ്റ്വർക്കുകൾ വരും ഇവിടെ, 16 മുതൽ 31 വരെ. ഓക്കെ, അപ്പൊ ഇവിടെ 16 നെറ്റ്വർക്കുകൾ റിസർവ്ഡ് ആണ്. 16 ക്ലാസ് ബി നെറ്റ്വർക്ക്സ് ആർ റിസർവ്ഡ് ഫോർ പ്രൈവറ്റ് റേഞ്ച്. ക്ലിയർ ആണോ? ഇവിടെ ഒറ്റ നെറ്റ്വർക്കേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഫ്രീ ആയിട്ട്. പക്ഷെ ക്ലാസ് ബിയിലോ എത്ര നെറ്റ്വർക്ക് കിട്ടും? 16 നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. 16, 17, 18, 19, 20, 21, 23 അങ്ങനെ വന്ന് 31 വരെ. അപ്പൊ എത്ര നെറ്റ്വർക്ക് ആയി? 16 നെറ്റ്വർക്ക് ആയോ? ആയില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പറയണം. സാറേ, അപ്പൊ ഈ ഒരു സി ക്ലാസ്സിൽ നമ്മൾ IP എടുക്കുകയാണെങ്കിൽ 192.168.1.1 അത് അടുത്തേക്ക് വരാം. ഇനിയിപ്പോ നമ്മൾ ക്ലാസ് സിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ എയും പറഞ്ഞു, ബിയും പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ സിയില് വരികയാണെങ്കിൽ സിയില് 256 നെറ്റ്വർക്ക്സ് ഫ്രീ ആണ്, അതായത് പ്രൈവറ്റ് IP. അതായത് നമുക്ക് നോക്കാം, 192.168 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം 192.168.0. ഇത് /24 ആണല്ലോ വരിക. ഇതൊരു നെറ്റ്വർക്ക്. അങ്ങനെ 192.168.1.0 ഇത് വേറെ നെറ്റ്വർക്ക് അല്ലേ? 0 എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കാണ് വരിക. ഒരു മൊത്തം അതിനകത്ത് എത്ര IP വരും? ഇതിനകത്ത് ഒരു നെറ്റ്വർക്കിനകത്ത് എത്ര IP വരും? 254 IPs വരും. ഓക്കെ, 24. ഇനി 192.168.2.0/24. ഓക്കെ, ഇത് അങ്ങനെ വന്നിട്ട് 192.168.255.0 ഇത്രയും നെറ്റ്വർക്ക്സ് അവിടെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തു. അതായത് ഇത് മൊത്തത്തിൽ 0 മുതൽ 255 വരെ. അപ്പൊ 256 നെറ്റ്വർക്ക്സ് ആയി.
അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 192.168 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം IP അഡ്രസ്സുകളും ക്ലാസ് സിയിൽ ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് IP ആണ്, പ്രൈവറ്റ് റേഞ്ച് ആണ്. ഓക്കെ ആണോ? സാറേ അപ്പൊ ഏറ്റവും കൂടുതൽ IP എ ക്ലാസ്സിലാണ് കിടക്കുന്നത്? അതെ, അതായത് എ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ IPs ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് 10 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം, അപ്പൊ അതായത് 1.5 കോടിയിലധികം IP എന്തുണ്ട് ക്ലാസ് എയിൽ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ നെറ്റ്വർക്കേ ഉള്ളൂ, അതാണ് അതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഒരൊറ്റ നെറ്റ്വർക്കേ ഉള്ളൂ, പക്ഷെ ആ നെറ്റ്വർക്കിൽ ഇഷ്ടംമാതിരി IPs ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് എനെ സബ്നെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സബ്നെറ്റിംഗിൽ നിങ്ങൾ തറോ ആയി കഴിഞ്ഞാൽ, സബ്നെറ്റിംഗ് തറോ ആവാൻ പോവാണ്, ഒരാഴ്ച, ഒരു 2 ആഴ്ച, ഒരു 1 വീക്ക് കൊണ്ട് ഞങ്ങൾ തറോ ആക്കും. ഓക്കെ സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ചോദിച്ചോളൂ. ഈ 10 ഡോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 10.0.0.1 ഓക്കെ, അതിന് എൻഡിങ് 10.0.0.254. അല്ല. യെസ്, അത് നല്ലൊരു ഡൗട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഓക്കെ, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് അത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കാണ്ട് വെച്ചതായിരിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ എങ്ങനെയാ IP പോവാ നിങ്ങൾ നോക്കിക്കോ. 10 ഡോട്ട്, ഇതിനകത്തുള്ള ഫസ്റ്റ് IP എന്ന് പറയുന്നത്, ഇത് നെറ്റ്വർക്ക് ID ആണല്ലോ. ഇത് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. അതിൻ്റെ അകത്ത് ഇതാണ് നമുക്ക് ഫസ്റ്റ് കൊടുക്കുക നമ്മുടെ IP. രണ്ടാമത്തെ DSCP വെച്ച് അലോക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുക. DSCP സെർവർ ഫസ്റ്റ് IP കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, 0.0.2 രണ്ടാമത്തെ IP. അങ്ങനെ 10.0.0.3 ഇങ്ങനെയല്ല വരിക. അങ്ങനെ വന്നിട്ട് കുറെ കഴിയുമ്പോൾ 10.0.0.255 എന്ന് പറഞ്ഞൊരു വാല്യൂ വരും അല്ലേ. 3, 4, 5 അങ്ങനെ പോയിട്ട് എത്ര പേര് വരും? ഇതിന്റെ തൊട്ട് മുന്നേ എന്ത് വരും? ഇങ്ങനെയല്ലേ വരിക അല്ലേ. 1 വന്നു, 2 വന്നു, 3 വന്നു, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 അങ്ങനെ 254 വന്നു, 255 വന്നു. ഇതോടെ തീരുമോ? ഇതോടെ തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ 255 IPs വന്നു, 254 IP വന്നുള്ളൂ ഇവിടെ. ഓക്കെ, ഇനി അടുത്ത വാല്യൂ എത്രയാ വരിക? ഇനിയും കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്, കാരണം 1.5 കോടി IP ഇല്ലേ. 0.1.0 ക്ലിയർ ആയോ? അതായത് ഇവിടെ നിങ്ങൾ പെട്രോൾ പമ്പിലെ ഈ ഡിജിറ്റ്സ് മാറുന്നത് കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റിലെ ഡിജിറ്റ്സ് ഫുള്ള് റൊട്ടേറ്റ് ആയി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഇവിടെ 1 വന്നിട്ട് ഇത് വീണ്ടും ഇത്രയും കാര്യങ്ങൾ ഇവിടെ റൊട്ടേറ്റ് ആവും. സാറേ 10.255 മൊത്തം വരുന്ന റേഞ്ചിലല്ലേ? അതെ. ഇനിയിപ്പോ എന്തായി, ഇവിടെ 1 വന്നിട്ട് ഇവിടെ 2 വന്നു. ഇനി അതേപോലെ 10.0.1.3 വന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ 10.0.1.255 വന്നാലാണ് എന്ത് ചെയ്യുക, 10.0.2.0 വരിക. മനസ്സിലായോ? ഇതിന്റെ തൊട്ടടുത്ത IP ആണ് 10.0.1.255 തൊട്ടടുത്ത IP എത്രയായിരിക്കും? 10.0.2.0. ഇനി 2 വന്നിട്ട് വീണ്ടും ഇത് റൊട്ടേറ്റ് ആവും. 2.1, 2.3, 2.4, 2.55 വരുമ്പോൾ അങ്ങനെ കുറെ കഴിയുമ്പോൾ 10 ഡോട്ട് ഇവിടെ 0 ഡോട്ട് ഇവിടെയും 255 വരും, ഇവിടെയും 255 വരുന്നൊരു സിറ്റുവേഷൻ വരും. അതിനുശേഷം മാത്രമേ ഈ ഡിജിറ്റ് ചേഞ്ച് ആവുള്ളൂ. ഇങ്ങനെ വരും. മനസ്സിലായ? ക്ലിയർ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഓർഡർ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഏറ്റവും ലാസ്റ്റത്തെ ഡിജിറ്റ് കംപ്ലീറ്റ്ലി 0, 1, 2, 3, 4, 5, 6 അങ്ങനെ 255 വരെ വന്നാൽ ഈ ഡിജിറ്റ് ചേഞ്ച് ആവും. 4ാമത്തെ ഡിജിറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ 3ാമത്തത് ചേഞ്ച് ആവുള്ളൂ.
മൂന്നാമത്തതും നാലാമത്തതും ഫുൾ 255 വരുന്ന ഒരു സിറ്റുവേഷൻസിൽ മാത്രമേ ഇത് മാറുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ 1.5 കോടി IP ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂലല്ലോ. 1.5 കോടി എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സമയം എടുക്കും? ഓക്കെ, പക്ഷെ ആ സീക്വൻസ് നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ആ IP റേഞ്ചസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ക്ലാസ് എയിൽ എത്ര IP ഉണ്ട്? എത്ര IP ഉണ്ട്? 1.5 കോടിയിലധികം IP ഉണ്ട് അല്ലേ? 1,65,000 സംതിങ് IP ഇല്ലേ? അല്ലേ? നമ്മളെ ക്ലാസ് നോട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിനകത്തുണ്ട്, പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എയിൽ എത്ര IP ഉണ്ട്. എത്ര ഉണ്ട്? 1,67,00,000 അല്ലേ? ഇത്രയും IP ഉണ്ട്. അപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഒറ്റ നെറ്റ്വർക്ക് നമുക്ക് കിട്ടുമ്പോൾ 1.5 കോടി IP ആണ് നമുക്ക് കിട്ടുന്നത്. അത് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഇത് കറക്റ്റായിട്ട് മനസ്സിലായെങ്കിലാണ് നിങ്ങൾക്ക് സബ്നെറ്റിങ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. സബ്നെറ്റിങ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. ഈ സീക്വൻസ് നിങ്ങൾ എന്നൊന്ന് എഴുതി വെക്കാം. ആദ്യത്തെ IP എത്രയ്ക്കും, രണ്ടാമത്തെ IP എത്രയ്ക്കും, മൂന്നാമത്തെ IP എത്രയ്ക്കും, അങ്ങനെ ഈ ഒക്ടറ്റ് ഫുള്ള് പെട്രോൾ പമ്പ് ഓർത്താൽ മതി. പെട്രോൾ പമ്പിൽ ഡിജിറ്റ് മാറുന്നത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ ലാസ്റ്റ് ഒക്ടറ്റ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലേ ഇവിടെ ഒരു നമ്പർ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇതിന്റെ തൊട്ടടുത്ത IP എന്ന് പറയുന്നത് +1 ആയിരിക്കൂലേ, അല്ലേ? 10.0.0.255 +1 ഇതായിരിക്കും ഇതിന്റെ അടുത്ത IP എന്ന് പറയുന്നത്. ഓക്കെ, 255 +1 എത്രയാ? 256. 256 എന്ന് പറഞ്ഞൊരു വാല്യൂ നിങ്ങൾക്ക് IP-യിൽ ഒക്ടറ്റിൽ എഴുതാൻ പറ്റൂല. 256 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0 വന്നു, ക്യാരി ഫോർവേഡ് ആയി. ക്യാരി ഫോർവേഡ് മീൻസ് ഇവിടെ നിന്ന് ഒരു ക്യാരി പുറത്തേക്ക് പോയി. അതായത് 255 +1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയി. ഓക്കെ, ഇവിടുത്തെ ക്യാരി എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 99 +1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാം? നിങ്ങൾ എങ്ങനെയാ കൂട്ടുന്നത്? 9 +1 എന്ന് പറയുമ്പോൾ എന്തായി? 0 ആയി അല്ലെ? ഒന്ന് ക്യാരി ഫോർവേഡ് ഇങ്ങോട്ട് വന്നു. അപ്പൊ 9 +1 വീണ്ടും ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ 0 വന്നു, ഒന്ന് ക്യാരി ഫോർവേഡ് ഇങ്ങോട്ട് വന്നു. അങ്ങനെയല്ല നമുക്ക് 100 കിട്ടുന്നത്. നിങ്ങൾ പണ്ട് ഡെസിമലിൽ നിങ്ങൾ ചെയ്ത് പഠിച്ച സംഭവം ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഡെസിമൽ അല്ല. കാരണം ഇവിടെ 0 to 255 എന്ന് പറഞ്ഞൊരു വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഒക്ടറ്റിൽ വരുള്ളൂ. അത് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഈ സീക്വൻസ് മാറുന്നത് ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ഇരുന്ന് എഴുതി നോക്കുക. ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കുക. നമ്മളെ ഈ CCNA-യിൽ മാത്തമാറ്റിക്കൽ ആയിട്ട് പഠിക്കേണ്ട ഒരൊറ്റ സംഭവം മാത്രമേ വരുന്നുള്ളൂ, സബ്നെറ്റിംഗ്. അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ പണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളിത് കാണാതെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്കിത് ഇനിയും ക്ലിയർ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തു നോക്കുക. ഞാനൊരു സിമ്പിൾ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഈ IP ഇല്ലേ, ആ ഈ IP നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും? അതായത് ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് പ്രൈവറ്റ് IP നമ്മൾ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, ഇപ്പൊ സപ്പോസ് നമ്മളൊരു ലാനിൽ നമ്മൾ കുറേ IP കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഇപ്പം 10 ഡോട്ട് റേഞ്ചാ കൊടുത്തു വിചാരിക്കാം. 10.0.0.0/8 നമ്മൾ കൊടുത്തു. ഇതൊക്കെ കമ്പ്യൂട്ടറുകളാണ് വിചാരിക്കും. ഈ കമ്പ്യൂട്ടർ കുറേ ഇങ്ങനെ IP ഒക്കെ കൊടുത്തിട്ട് വിചാരിക്കാം. നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ISP ഒരു കണക്ഷൻ, അപ്പൊ ഇവർക്കൊന്നും ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇന്റർനെറ്റിലേക്ക് പോകാൻ പറ്റൂല. കാരണം നിങ്ങൾ ഇന്റർനെറ്റിലേക്ക് ശരിക്കും പോകും, പക്ഷെ പാക്കിന് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. ഓക്കെ, നമുക്കറിയാലോ, എന്ത് പോകുമ്പോഴും ഡെസ്റ്റിനേഷൻ IP ഉണ്ടാവും, സോഴ്സ് IP ഉണ്ടാവും.
നിങ്ങൾ ഇവിടുന്ന് ഗൂഗിളിലേക്ക് പിങ് ചെയ്തു വിചാരിച്ചോ, ഗൂഗിളിലേക്ക് പിങ് ചെയ്തു, google.com 8.8 അല്ലെങ്കിൽ 8.8.8ലേക്ക് പിങ് ചെയ്തു വിചാരിക്കാം. ഇപ്പൊ ഡെസ്റ്റിനേഷൻ IP 8.8.8.8 ആയിരിക്കും. സോഴ്സ് IP എന്തായിരിക്കും 10.0.0.5 ആയിരിക്കും. അപ്പൊ ഈ പാക്കറ്റ് നിങ്ങൾ പോയി എന്ന് വിചാരിച്ചു, ഇന്റർനെറ്റിലേക്ക് പോയി, പാസ് ചെയ്ത് ഗൂഗിളിന്റെ സെർവറിലെത്തി. അതിന്റെ റിപ്ലൈ നമുക്ക് തിരിച്ചിങ്ങോട്ട് അയക്കണ്ടേ? ഓക്കെ, അതിന്റെ റിപ്ലൈ ബാക്ക് നമുക്ക് കൊടുക്കണ്ടേ? അപ്പൊ അയാൾ നോക്കുമ്പോ എന്താ, ഇത് റിപ്ലൈ അയക്കേണ്ട പാക്കറ്റ് എന്താ, പ്രൈവറ്റ് IP. അയാളുടെ റൂട്ടിംഗ് ടേബിൾ പ്രൈവറ്റ് IP ഉണ്ടാവുമോ? ഇന്റർനെറ്റിന്റെ റൂട്ടറിനകത്ത് റൂട്ടിംഗ് ടേബിൾ പ്രൈവറ്റ് IP ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് പാക്കറ്റ് തിരിച്ചു വരില്ല. പാക്കറ്റ് പോവുണ്ടാവും, പക്ഷെ പാക്കറ്റ് തിരിച്ചു വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റൂട്ടറിനകത്ത് പോയിട്ട് നിങ്ങൾ എന്ത് കോൺഫിഗർ ചെയ്യണം? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. CCNA ഏകദേശം ഒരു പകുതിയൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് പഠിക്കും? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഈ റൂട്ടറിനകത്ത് നെറ്റ് കോൺഫിഗർ ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ പാക്കറ്റ് ഇന്റർനെറ്റിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതിനെ ഈ സോഴ്സ് IP-നെ കൺവേർട്ട് ചെയ്ത് സോഴ്സ് IP പ്രൈവറ്റിന് പകരം അയാൾ പബ്ലിക് IP എഴുതി വെക്കും ഇവിടെ. ചിലപ്പോൾ അയാൾക്ക് കിട്ടിയ IP-ന് 100.1 ഒരു IP, ഇത് പബ്ലിക് IP ആയിരിക്കും. പബ്ലിക് IP വെച്ചിട്ട് ഇങ്ങോട്ട് വിടും. അതിന്റെ റിപ്ലൈ പാക്കറ്റ് പബ്ലിക് IP-ലേക്കാണ് വരിക. ഈ പബ്ലിക്കിന് അത് പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. ഓക്കെ, അതിപ്പം പഠിക്കണ്ട, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്ററിനെ നമുക്ക് നാറ്റിന് വേണ്ടി വരുന്നുണ്ട്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതാണ് ഗേറ്റ്വേ, നമ്മൾ ഗേറ്റ്വേ യെസ് കറക്റ്റ്, ഗേറ്റ്വേന്റെ IP. ഇപ്പൊ ഞാനിപ്പോ ഈ അരുൺ ജോണിൽ എടുത്തു നോക്കിയ സമയത്ത് ഞാനൊരു IP കണ്ടില്ലേ? ഈ IP-ലേക്ക് കൺവേർട്ട് ആയിട്ടാണ് എന്റെ പാക്കറ്റ് ഒക്കെ ഇന്റർനെറ്റിലേക്ക് പോവുക. എന്റെ ശരിക്കുള്ള IP, എന്റെ കമ്പ്യൂട്ടറുടെ ശരിക്കും IP എന്താണ് നോക്കിയേ? എന്താണ് 190 റേഞ്ച് ആയിരിക്കും അല്ലേ? IP കോൺഫിഗ് കണ്ടോ, 192 റേഞ്ച് ആണ്. പക്ഷെ ശരിക്കും റിയലി ഈ IP വെച്ചിട്ട് ഇന്റർനെറ്റിലേക്ക് പോകാൻ പറ്റൂല. പക്ഷെ എന്റെ മോഡത്തിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? നാറ്റ് സംഭവിക്കുന്നുണ്ട്. നാറ്റ് വഴി അതിൽ പബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകും. അപ്പൊ അരുൺ ജോൺ നോക്കുന്ന സമയത്ത് എന്റെ IP 192 ആയിട്ട് അയാൾക്ക് കാണാൻ പറ്റില്ല. അയാൾ നോക്കുമ്പോൾ എന്റെ IP എത്രയാണ്? ഈ സോഴ്സ് IP എന്നാണ് ഈ പാക്കറ്റ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ IP എന്റെ ലാനിലെ ചിലപ്പോൾ 100 കമ്പ്യൂട്ടർ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഞാനിപ്പോ എന്റെ മൊബൈലിൽ നിന്ന് അരുൾ ജോണിലേക്ക് ബ്രൗസ് ചെയ്താലും ഇതേ IP തന്നെയാണ് അയാൾ കാണുക. ഓക്കെ, എനിക്കിവിടെ വേറെ ഡെസ്ക്ടോപ്പ് ഉണ്ട്, ആ ഡെസ്ക്ടോപ്പ് ഒന്ന് ബ്രൗസ് ചെയ്താലും ഇതേ IP തന്നെയാണ് കാണുക. അതാണ് നെറ്റ്. കുറെ പ്രൈവറ്റ് IP-ക്ക് പകരം ഒരു പബ്ലിക് IP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റിനകത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചൊരു മീൻസ് നമുക്ക് റൂട്ടറിനകത്ത് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്കത് പറഞ്ഞോളൂ. ഈ ലോക്കൽ IP നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ഈ ISP-ലോട്ട് നമ്മൾ ഈ ലോക്കൽ IP ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, പാസ് ചെയ്യൂല. അവർക്ക് ഇത് മാത്രമേ എത്തുള്ളൂ, നമ്മളെ പബ്ലിക് IP മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു മറ്റേ എന്തോ ഒരു കേരളത്തിലൊരു ഇഷ്യൂ വന്നപ്പോ ഇമെയിൽ വന്നതാണെന്നുള്ളത്. അപ്പൊ അവരെ PC അല്ലേക്കാരം, ലോക്കൽ PC അല്ലേക്കാരം. അതെ, അതാണ് അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി ആ IP ഒരു ISP-ലേക്ക് ആയിരുന്നു കൊടുത്തത് എന്ന് മനസ്സിലായി. സോറി, ISP അല്ല, ഒരു എന്താണ് മറ്റേ നമ്മള് ഇന്റർനെറ്റ് കഫേ. ഓക്കെ, ഒരു ഇന്റർനെറ്റ് കഫേയിലായിരുന്നു IP ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കഫേയിൽ വന്നിട്ട് അന്ന് വന്ന ആൾക്കാരൊക്കെ ഏകദേശം അനലൈസ് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും സൈബർ ക്രൈമും നമ്മളുടെ പോലീസും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തത്, കറക്റ്റ് ആളെ പിടികൂടിയത്. കാരണം അവിടെ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് എന്ത് വന്നതെന്ന് അറിയോ? ഇന്റർനെറ്റ് കഫേയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ID പ്രൂഫ് കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അതിന് ശേഷമാണ്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനൊക്കെ നമുക്ക് എന്തുണ്ട്, ഓരോ വേരിഫിക്കേഷൻ കമാൻഡുകളും. ഞാൻ പറഞ്ഞില്ലേ വയർ ഷാർക്ക് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞ ഓർക്കുന്നുണ്ടോ? വയർ ഷാർക്ക്. ഈ വയർ ഷാർക്ക് ഞാൻ കാണിച്ചത് എവിടെ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ടാണ്?
എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ടാ. ഓക്കെ, ഇതേ വയർ ഷാർക്കിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോ ഇതാണ് റൂട്ടർ. ഈ റൂട്ടർ നിങ്ങൾ ഓർക്കുക, ഇതിനകത്ത് നാറ്റ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു. ഇവിടെ നമുക്കൊരു ലാൻ ഉണ്ട്. ഈ ലാനിനകത്ത് കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ പ്രൈവറ്റ് IP ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈവറ്റ് IP, പബ്ലിക് അല്ല, പ്രൈവറ്റ്. ഇനി ഇവിടെയാണ് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ISP വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വയർ ഷാർക്ക് ഞാൻ ഈ കേബിളിൽ വെച്ചിട്ടാണ് ഞാൻ ക്യാപ്ചർ ചെയ്തത്. ഓക്കെ, ഇനി ഇതേ വയർ ഷാർക്കിനെ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ റൂട്ടറിന്റെ ഈ ഇന്റർഫേസിനെ ക്യാപ്ചർ ചെയ്യിപ്പിക്കാം. ഓക്കെ, അങ്ങനെ ക്യാപ്ചർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഇവിടെ നിങ്ങളോട് പോകുന്ന സമയത്ത് നമ്മൾ പ്രൈവറ്റ് IP സാധനങ്ങൾ ഒന്നും നിങ്ങൾ കാണൂല. പക്ഷെ ഇത് എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട. എങ്ങനെ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റും, പറ്റായി ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊരു കേബിൾ അല്ലേ? ഈ കേബിൾ എന്ന് പറയുന്നത് ലാൻ കേബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹബ്ബ് വെക്കാം. ഹബിനകത്ത് നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വെച്ച് കണക്ട് ചെയ്താൽ എന്തായി? ഹബ്ബ് എന്ന് പറയുന്നത് എന്താ? എന്ത് ഡാറ്റ വന്നാലും പോയാലും അത് എല്ലാ പോർട്ടിലേക്കും റിപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കൂടെ പോകുന്ന ട്രാഫിക് ഒക്കെ ഈ കമ്പ്യൂട്ടറിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വയർ ഷാർക്ക് ഇട്ടാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ക്യാപ്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഒരു പ്രൈവറ്റ് IP ഇൻഫർമേഷൻസും ഇതിനകത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. ആ ഇൻഫർമേഷൻസ് ഒക്കെ പക്ഷേ എവിടെ ഉണ്ടാവും? ഇയാളെ കയ്യിലുണ്ട്. ഇയാളുടെ മെമ്മറിയിൽ, ഈ റൂട്ടറിന്റെ മെമ്മറിയിൽ കംപ്ലീറ്റ് ഇയാൾക്ക് ഒരു ട്രാൻസ്ലേഷൻ, നാറ്റിന്റെ ട്രാൻസ്ലേഷൻ ടേബിൾ ഉണ്ടാവും അയാളുടെ കയ്യിൽ. ആ ട്രാൻസ്ലേഷൻ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന IP ഞാൻ ഇന്ന IP ഇന്ന പോർട്ട് നമ്പർ വെച്ചിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഉള്ളിലുള്ള ഏത് പ്രൈവറ്റ് ആണ് ഇവിടേക്ക് പോയിരിക്കുന്നത്. അതൊരിക്കലും ഇവിടെ നിന്നും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ റൂട്ടറിൽ വന്നിരുന്നാൽ മനസ്സിലാക്കാം. ഈ റൂട്ടർ എന്ന് പറയുന്നത് ആരുടെ റൂട്ടറാ? എൻ്റെ റൂട്ടറാ. ഞാൻ കസ്റ്റമർ ആണെങ്കിൽ എൻ്റെ റൂട്ടറാണിത്. ഈ റൂട്ടറിൽ വന്നാൽ നമുക്ക് കിട്ടും കറക്റ്റ് ആളാരാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ മീൻസ് അതിന്റെ ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ? സാറേ, അപ്പൊ അവര് ഇപ്പൊ ISPന്റെ റൗട്ടർ ആണെങ്കിൽ അവർക്ക് അതിൽ നോക്കിക്കാണ്ട് പറയാൻ പറ്റുമോ അല്ലല്ലോ, ലോക്കലില്? ഇത് ISPന്റെ റൂട്ടർ അല്ലല്ലോ, ഇത് കസ്റ്റമറിന്റെ റൂട്ടർ അല്ലേ? ഓക്കെ. ISPന്റെ റൂട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുക. ഇത് നമ്മളെ റൂട്ടറിന്റെ യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും നമ്മൾ ISPക്ക് കൊടുക്കൂല. ISP നമ്മളോട് ചോദിക്കൂല. സാറേ, ഈ വർഷാക്ക് നമ്മളെ സ്വിഫ്റ്റിക്കകത്ത് വരുന്ന ട്രാഫിക് എല്ലാം അറിയാൻ പറ്റില്ലേ? എന്തിനകത്ത് വരുന്ന ട്രാഫിക്? നമ്മുടെ സ്വിഫ്റ്റിക്കകത്ത് വരുന്ന വയർ ഷാർക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെ ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാഫിക് ക്യാപ്ചർ ചെയ്യാം. എവിടെയാണോ നിങ്ങൾ ഇടുന്നത് ആ ട്രാഫിക്കിനെ ഇയാൾക്ക് പിടിക്കാൻ പറ്റും. ട്രാഫിക് എന്ന് ഉദ്ദേശിച്ചത് ഇതിന്റെ ഈ സ്പീഡ്, ബാൻഡ്വിഡ്ത്തും കാര്യങ്ങളാണോ? അല്ലല്ല, ട്രാഫിക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വയർ ഷാർക്ക് വെച്ച് ക്യാപ്ചർ ചെയ്തപ്പോൾ നമുക്ക് ഓരോ പാക്കറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടത് ഓർക്കുന്നുണ്ടോ? അതായത് സോഴ്സ് IP എത്ര, ഡെസ്റ്റിനേഷൻ IP എത്ര, പോർട്ട് നമ്പർ എത്ര, അങ്ങനെയുള്ള ഹെഡർ ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ട്രാഫിക് കിട്ടില്ല. ട്രാഫിക് കിട്ടണമെങ്കിൽ നമുക്ക് റൂട്ടറിൽ നോക്കിയാൽ മതിയല്ലോ. റൂട്ടറിനകത്ത് ഷോ ഇന്റർഫേസ് കമാൻഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ബാൻഡ്വിഡ്ത്ത് യൂട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടൂൾസ് ഉണ്ട്. IP അക്കൗണ്ടിങ്, അല്ലെങ്കിൽ SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ, SNMP. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂട്ടിന്റെ ബാൻഡ്വിഡ്ത്ത് യൂട്ടിലൈസേഷൻ എത്രയാണ്, പിന്നെ അതേമാതിരി തന്നെ ഈ റൂട്ടിന്റെ CPU യൂട്ടിലൈസേഷൻ എത്രയാണ്, അല്ലെങ്കിൽ മെമ്മറി എത്ര % യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് SNMP വഴി നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ SNMP ഒന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ CCNA പഠിക്കുന്നില്ല. SNMP വളരെ സിമ്പിൾ ബേസിക്സ് മാത്രമേ നമ്മൾ CCNA കവർ ചെയ്യുള്ളൂ. ഓക്കെ,
അപ്പം IP അഡ്രസ്സിന്റെ കാര്യം പ്രൈവറ്റ് IP പബ്ലിക് IP തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഞാൻ തന്ന നോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ റിവ്യൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിന്റെ നമ്മളെ ഇൻഫോ ക്യാമ്പസിന്റെ യൂട്യൂബിന്റെ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു, IP അഡ്രസ്സിങ്ങിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഓക്കെ, അത് നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ട് പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഓരോരോ പോയിന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ നൗഫൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നൗഫൽ ഞാൻ വീഡിയോ ലിങ്ക് അയച്ചു തരാം കേട്ടോ. വീഡിയോ ലിങ്ക് അയച്ചിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ നൗഫലിന് ഒരു നാളത്തെ ക്ലാസ്സും കൂടെ എടുത്തു തരാം. നാളത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് IP അഡ്രസ് കവർ ചെയ്തിട്ട്, കാരണം വെച്ചാൽ നൗഫൽ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ് ഗ്രൂപ്പിലേക്ക്. ഓക്കെ ഓക്കെ താങ്ക് യു. ഇനി അപ്പൊ പ്രൈവറ്റ് IP പബ്ലിക് IP കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇനിയിപ്പം നമുക്ക് നാറ്റ് എന്താന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു IP നമ്മൾ കൊടുക്കുമ്പോൾ ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. ഏകദേശം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇന്റർനെറ്റോ അല്ലെങ്കിൽ വാനോ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു ഒരു ലാൻ ഉണ്ട് വിചാരിക്കാം. ഇവിടെ ഒരു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരു 200 പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു റൂട്ടർ, ഒരു ഇന്റർനെറ്റ് കണക്ഷനും വിചാരിച്ചു. ഈ ലാനിൽ എനിക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല റേഞ്ച് എന്ന് പറയുന്നത് ക്ലാസ് C അല്ലേ. 200 പേരേ ഉള്ളൂ എൻ്റെ ലാനിൽ, 200 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് C അല്ലേ. ക്ലാസ് C ആണെന്ന സമയത്ത് അതിനകത്ത് നമുക്ക് 254 കമ്പ്യൂട്ടർ വരെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയും, ഒരു പ്രൈവറ്റ്, ഞാൻ കാശ് കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ 192.168.0.0 ക്ലാസ് Cയിലെ ഫസ്റ്റ് എടുത്തിട്ട് സ്ലാഷ് എത്ര വരെ, /24, അതായത് 255.255.255.255.0 അങ്ങനെ വരും സബ്ജക്ട് മാസ്ക് വരുന്ന സമയത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നതാണ് 192.168.0.0 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ID ആണ്. ഇത് ഒരിക്കലും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റില്ല, ഇൻവാലിഡ് IP ആണ്. ആ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടറിനോ റൂട്ടറിനോ ഒന്നും കൊടുക്കാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് വാലിഡ് IP എന്ന് പറയുന്നത് 192.168.0.1 ആണ് ഫസ്റ്റ് IP എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ മിക്കവാറും കൊടുക്കുക ഗേറ്റ് വേക്കാണ്, അതായത് റൂട്ടറിനാണ്. ഓക്കെ, അതായത് ഈ റൂട്ടറിന്റെ ഈ ഇന്റർഫേസ് ഉണ്ടാവുമല്ലോ, ഈ ഇന്റർഫേസ് വരുന്നത് ഈ ലാനിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, 192.168.0.1 ഫസ്റ്റ് IP ഇവിടെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് സ്റ്റാൻഡേർഡ് ആണ്, വേണമെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. 0.1. ഓക്കെ, ഇനി രണ്ടാമത്തെ IP, സെക്കൻഡ് IP എത്രയാ പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ? 192.168.0.2, പിന്നെ 0.3, 0.4, 0.5 അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് IP എന്ന് പറയുന്നത് 192.168.0.255 ആണോ ലാസ്റ്റ് IP? അല്ല, 255 കൊടുക്കാൻ പാടില്ല. 255 കൊടുത്താൽ കമ്പ്യൂട്ടർ അത് എടുക്കൂല. ഓക്കെ, ലാസ്റ്റ് IP എന്ന് പറയാൻ എത്രയാ, 192.0.254 വരെ വരുള്ളൂ. ഓക്കെ, ഇനി ബ്രോഡ്കാസ്റ്റ് ആണ് എന്ത്,
192.168.168.0.255 എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ആണ്. ഇതും ഇൻവാലിഡ് IP ആണ്. ഇൻവാലിഡ്. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് IP അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 254 ആണ്. 254. 256 അല്ല. ഒന്ന് 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി. ഒന്ന് 255 എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി. ഈ രണ്ടെണ്ണം പോയി. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ഹോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. 2⁻h-2 ആണ് ആ ഫോർമുല. എന്താണ്? 2⁻h-2. h എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പോർഷൻ. ഇപ്പൊ ക്ലാസ് C ആയതിനെ കൊണ്ട് 8 ബിറ്റ് അല്ലേ ഹോസ്റ്റ് പോർഷനിലുള്ളത്? 2⁻8 - 2. 2⁻8 എന്ന് പറഞ്ഞാൽ 256 ആണ് വരിക. 2⁻8 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2⁻8 എന്ന് പറയുന്നത് എന്താ? 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. 8 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് 256 എന്ന് പറയുന്നത്. 256 - 2. അങ്ങനെയാണ് നമുക്ക് 254 കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. നെറ്റ്വർക്ക് ID എന്താണ്? ഫസ്റ്റ് IP എന്താണ്? ലാസ്റ്റ് IP എന്താണ്? ബ്രോഡ്കാസ്റ്റ് എന്താണ്? ഇതിനകത്ത് ഈ ലാനിൽ എത്ര ഹോസ്റ്റ് ഉണ്ടാകും? സാർ ഒരു ഡേറ്റ ഓക്കെ. ഈ 2⁻h അതെന്തായിരുന്നു എന്നാ പറഞ്ഞത്? 2⁻h എന്ന് പറയുന്നത് h = നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പോർഷൻ. അതൊക്കെ അത് മനസ്സിലായി. പക്ഷെ ഇത് എന്ത് കാണാനുള്ള നമ്പർ ഓഫ് ഹോസ്റ്റിന്റെ ഫോർമുലയാണ് ഇതാ. നമ്പർ ഓഫ് ഹോസ്റ്റ് = 2⁻h - 2. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇത് നിങ്ങളെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ഫ്രൈഡേ അല്ല, നാളെ ക്ലാസ് ഉണ്ടാവില്ല, സാറ്റർഡേ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, നൗഫലിന് വേണമെങ്കിൽ ഞാൻ എടുത്തു തരണ്ട്, നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കേട്ടോ നൗഫലിൻ്റെത്. ഓക്കെ, അപ്പോൾ പക്ഷേ നോർമൽ ബാച്ചിന് ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഒരു IP തന്നിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളോട് ചോദിക്കും, ഒരു IP തരും കണ്ടോ, 192.168.10.10. ഇതൊരു IP അഡ്രസ് അല്ലേ? 10.10 എന്ന് പറയുമ്പോൾ ഒരു IP അഡ്രസ് ആണ്. അപ്പൊ ഈ IP അഡ്രസ് ഇൻക്ലൂഡ് ആയിരിക്കുന്ന നെറ്റ്വർക്ക് ID എത്രയും ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ ചെയ്യണം? 192.168.10.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് IDയിലുള്ള ഒരു മെമ്പറാണ് ഇയാൾ എന്ന് മനസ്സിലാക്കണം. അതിന്റെ സബ്നെറ്റ് മാസ്ക് എന്താണ്? 255.255.2. കാരണം ക്ലാസ് C ആണ്. ക്ലാസ് C ആകുമ്പോൾ ഇതാണ് സബ്നെറ്റ് മാസ്ക് വരിക. /24 ആണ് സബ്നെറ്റ് മാസ്ക് വരിക. ഇതിന്റെ ഫസ്റ്റ് IP എത്രയായിരിക്കും? 192.168.10.1 ആണ് ഫസ്റ്റ് IP. അത് മിക്കവാറും റൂട്ടിന്റെ ഇന്റർഫേസിനാണ് കൊടുക്കുക. ലാസ്റ്റ് IP എന്ന് പറയുന്നത് 10.254. 1 2 3 4 5 6 അങ്ങനെ 254 വരെ വരും. 10.255 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ബ്രോഡ്കാസ്റ്റ്. ഓക്കെ സാർ, ഇത് ഫോർമുലയും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്പർ ഓഫ് ഹോസ്റ്റിന്റെ നെറ്റ്വർക്ക് = 2⁻n എന്നായി പോയിട്ടുണ്ട്. അവിടെ മാറ്റണം കേട്ടോ. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ നോട്ടിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഹോസ്റ്റിന്റെ ഫോർമുല അത് ഈ നോട്ട് പാഡിൽ ഉള്ള എഴുതി വെച്ചാൽ മതി. നമ്പർ ഓഫ് ഹോസ്റ്റിന്റെ ഫോർമുല number of hosts is equal to 2 to the power 2⁻h - 2, where h is equal to number of bits in host portion. ക്ലാസിന്റെ കേസിൽ ഇത് 8 വരും. 8 ബിറ്റാണ് ഹോസ്റ്റ് പോർഷൻ. അതായത് നിങ്ങൾ ഓർത്താൽ മതി, 32 ബിറ്റ് അല്ലേ ടോട്ടൽ ഉള്ളത് ഒരു IP അഡ്രസ്സിനകത്ത്. അതിനകത്ത് 24 ബിറ്റ് നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 8 ബിറ്റ് അല്ലേ ബാക്കിയുള്ളൂ.
8 ബിറ്റല്ല ഹോസ്റ്റിൽ ഉണ്ടാവുക. അതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, ഇനി നിങ്ങൾ ഈ നോട്ട് ഫുള്ള് വായിച്ച് നോക്കുക, വീഡിയോ കേൾക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോകണം. സബ്നെറ്റിംഗ്. CCNA-യിലുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻ വരുന്ന ഒരു സംഭവമാണ് സബ്നെറ്റിംഗ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇത് വരുന്നതാണ് നാറ്റ്, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. VLAN-ഉം ഇന്റർ VLAN കമ്മ്യൂണിക്കേഷനും കുറച്ചൊരു ടഫ് ടോപ്പിക്കാണ്. പിന്നെ ആക്സസ് ലിസ്റ്റ് കുറച്ചൊരു ടഫ് ടോപ്പിക്കാണ്. ഈ ഒരു 1, 2, 3, 4 ഒരു 4 ടോപ്പിക്ക് മാത്രമേ CCNA-യിൽ ടഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. ഈ ടഫ് ആയിട്ടുള്ള സംഭവം തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഓരോ ഇതിൻ്റെയും നോട്ട്സ് തരുന്നുണ്ട്, വീഡിയോസും തരുന്നുണ്ട്. അപ്പൊ ഈ റിസോഴ്സ് ഭംഗിയായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ നമുക്ക് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, ക്ലിയർ ആണല്ലോ കാര്യങ്ങളൊക്കെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. ക്ലാസ് റിലേറ്റഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ ആപ്പ് വല്ലതും ഉണ്ടോ? അത് കുറച്ച്, അതായത് ഈ നമ്മളെ ഈ പാക്കറ്റ് ട്രേസറിന്റെ മൊബൈൽ വേർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ അത് അത്ര നല്ലതല്ല. അതിനകത്ത് ഒരുപാട് ബഗ്ഗുകളുണ്ട്. അത് നമുക്ക് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും നിങ്ങളുടെ കരിയറാണ്. ഓക്കെ, നിങ്ങളൊരു പുതിയ ഫീൽഡിലേക്ക് മാറുകയാണ്, നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, സെൽഫായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കമ്പ്യൂട്ടർ സംഘടിപ്പിക്കുക, ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിക്കുക. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്. നമുക്കിപ്പോ കസ്റ്റമർ സൈഡിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ലാപ്പ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. പിങ്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ചെയ്യാൻ പറ്റും? ഇല്ല, ലാബ് ചെയ്ത് നോക്കാം. മൊബൈലിൽ പറ്റും, മൊബൈലിൽ പറ്റും. അത് ഇതാണ് സബ്നെറ്റ്, എന്താണ് പാക്കറ്റ് ട്രേസറിന്റെ മൊബൈൽ വേർഷൻ അവൈലബിൾ ആണ്, പക്ഷെ അത് സ്റ്റേബിൾ അല്ല. ഓക്കെ, അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മളോട് ലാബിന്റെ മിസ്റ്റേക്കാന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ കുറെ സമയം കളയുന്നേ അതിൻ്റെ അകത്ത് കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് ഒരു സമയം കണ്ടെത്തി, ഒരു 1 hour എങ്കിലും നിങ്ങൾ കണ്ടെത്തി ലാബ് ചെയ്യാൻ വേണ്ടിട്ട്. സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ 192.168.1.254 ലാസ്റ്റ് IP 255, അതിന്റെ സബ്നെറ്റ് വരുന്നത് 255.255.255.0. അതെ. അടുത്തത് അതിന്റെ അടുത്ത നെറ്റ്വർക്ക് 192.168.2.1 അതിന്റെ സബ്നെറ്റ് എന്തായിരുന്നു? അതല്ല, അത് വേറെ നെറ്റ്വർക്ക് അല്ലേ? അതായത് മനസ്സിലാക്കുക, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാല്, ഓക്കെ, ഇത് ഞാൻ പുതിയൊരു ടാബ് എടുക്കാം. 192.168. എത്രയായിരുന്നു ഫസ്റ്റ് പറഞ്ഞ? എത്രയായിരുന്നു? 1. സോറി, 0.254. ഓക്കെ, 0.254 എന്ന് പറയുന്നത് ഒരു IP അഡ്രസ് ആണ്. അതെ. ഓക്കെ, അപ്പം ഈ ഒരു IP അഡ്രസ്സിനകത്ത് എന്ന് പറയുന്നത് വരുന്നത് 192. അത് ഈ IP അഡ്രസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത് 0.0 എന്ന് പറയുന്ന സബ്നെറ്റിലാണ്, ഈ നെറ്റ്വർക്കിലാണ്. ഈ നെറ്റ്വർക്കിന്റെ ഒരു മെമ്പർ മാത്രമാണ് ഇയാള്. ഇതൊരു നെറ്റ്വർക്ക് തന്നെയാണ്, ഇതൊരു നെറ്റ്വർക്ക് മൊത്തം ഉൾപ്പെട്ടു. ഈ നെറ്റ്വർക്കിനകത്ത് ജസ്റ്റ് സിംഗിൾ IP ആണ് ഇയാള്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വേറെ പറഞ്ഞു 192.168.1.254. ഓക്കെ, ഇയാള് വേറൊരു എൻറ്റിറ്റിയാണ്. ഇയാൾ ഇവിടെ വരുന്നേ ഇല്ല. ഇത് വേറെ തന്നെ ഒരു നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പൊ ഇവരെ രണ്ടുപേരും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ റൂട്ടർ കൊണ്ടുവരണം. മനസ്സിലായി. അത് സാർ, അപ്പൊ അത് രണ്ട് IP ആണെങ്കിൽ കൂടിയിട്ട് നമ്മള് 2 LAN ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോ സെയിം സബ്നെറ്റ് മാസ്ക് തന്നെയല്ലേ വരിക? അതെ, സബ്നെറ്റ് മാസ്ക് സെയിം തന്നെയാ വരിക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്ക് 2 ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് ഈ റൂട്ടറിന്റെ, നിങ്ങൾ ഓർത്തോ, ഈ റൂട്ടറിന്റെ F0/0 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇയാൾക്ക് ഈ റൂട്ടറിന്
F0 bar 1 എന്ന് പറയുന്ന വേറൊരു ഇന്റർഫേസ് ഉണ്ട്. ഇത് വേറെ ഇന്റർഫേസ് ആണ് ഈ റൂട്ടിന്റെ. ഇവിടെ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് എടുത്ത് കൊടുത്തോളൂ. ഇത് 1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽസിന് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ എന്ത് വരും, 192.168.1.0 നെറ്റ്വർക്കിൽ 1.1 ഇവിടെ കൊടുക്കാം, 1.1 ഇവിടെ കൊടുത്തോ, 0.1 ഇവിടെയും കൊടുത്തോ, 0.1 ഇവിടെയും കൊടുത്തോ. 192.168 ഉണ്ട്, അത് ഞാൻ എഴുതിയില്ല എന്ന് മാത്രം. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, സബ്നെറ്റിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തു, പാക്കറ്റ് ട്രേസർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ നമുക്കത് പാക്കറ്റ് ട്രേസർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ലാബുള്ളവർ ഇപ്പം നജീബിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് വളരെ നല്ലതാണ്. നമുക്ക് റിയൽ ഡിവൈസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പവർ വേറെ തന്നെയാണ്. അതേമാതിരി തന്നെ ഒരു റൂട്ടറും കൂടെ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കുക, ഒരു ചെറിയ റൂട്ടർ. അപ്പൊ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയി റൂട്ടിങ്ങും സ്വിച്ചിങ്ങും നമുക്ക് റിയലിൽ തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ മൺഡേ ആയിക്കോട്ടോ ക്ലാസ് ഉണ്ടാവുക, നോർമൽ ക്ലാസ്.